കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ തിരുമേശയുടെ ശുശ്രൂഷയിലേക്ക് നാം അടുത്തു വരികയാണ്. സമർപ്പണത്തോട്, പ്രാർത്ഥനയോട്, ദൈവസ്നേഹത്തോട് നാം കർത്താവിൻ്റെ സന്നിധിയോട് ചേർന്ന് വരികയാണ്. ധ്യാനത്തോട് നമുക്കൊന്നിച്ചായിരിക്കാം. പ്രാർത്ഥനയോട് കർത്താവ് കാൽവറിയിലൂടെ നിവർത്തിച്ച ആ രക്ഷണ്യ പ്രവൃത്തിയെ ഓർക്കുവാൻ, നമ്മെ വീണ്ടെടുത്ത വലിയ ദൈവസ്നേഹം ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സമർപ്പണത്തോട്, പ്രാർത്ഥനയോട്, ദൈവിക സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. കർത്താവ് നമ്മളെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. ദൈവിക സന്നിധിയോട് ചേർന്ന് നിൽക്കുവാൻ, കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നിലയിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഒക്കെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവിക കൃപ നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇൻട്രൊഡക്ഷനായിട്ട് അധികം ഒന്നും പറയുന്നില്ല. സമയം അനുവദിക്കുന്നുവെങ്കിൽ ഞാൻ അല്പമായിട്ട് ഒരു വചനത്തിൽ നിന്ന് ധ്യാനിക്കാം. ചേർന്ന് നന്ദി പറയുവാനുള്ളവരോടൊക്കെ നന്ദി പറയുവാനും ഒക്കെ ആ സമയം ഞാൻ വേർതിരിക്കാം. ഇപ്പോൾ കർത്തൃമേശയോടുള്ള ബന്ധത്തിൽ ആ ഒരു ധ്യാനത്തിലേക്ക്, ആ ഒരു വിഷയത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കാം. ഹല്ലേലൂയ. സമർപ്പണത്തോടെ നമുക്കായിരിക്കാം. ഒരു ചിന്ത ഞാൻ നിങ്ങളോട് ചേർന്ന് പങ്കുവെച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിലേക്ക് അടുത്തു വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവം നമ്മളെ ധാരാളമായിട്ട് സഹായിക്കട്ടെ, അതിനുവേണ്ടി ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബൈബിൾ നമ്മളെ 2 പൂന്തോട്ടങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. 2 ഗാർഡൻസ്. ആ 2 തോട്ടങ്ങളുടെ പ്രത്യേകത എന്താണ്, അതിലൂടെ ദൈവിക അനുഭവങ്ങൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത് എന്നൊന്ന് നിങ്ങളുടെ ചിന്തയെ ഉണർത്തിക്കൊണ്ട് ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് വരികയാണ്. ഒന്നാമത്തെ തോട്ടം ഏദൻ തോട്ടമാണ്, ഏഡൻ ഗാർഡൻ. രണ്ടാമത്തെ തോട്ടം എന്ന് പറയുന്നത് ഗെത്സമനെയാണ്, ദ ഗാർഡൻ ഓഫ് ഗെത്സമനെ. ഈ 2 തോട്ടത്തെക്കുറിച്ചും ബൈബിൾ നമ്മളെ ആഴമായിട്ട് പഠിപ്പിക്കുന്നു. അതിൽ ഒന്നാമത്തെ തോട്ടത്തിൽ ദൈവം ആക്കി വെച്ചിരിക്കുന്നത് ഒന്നാമത്തെ ആദാമിനെയാണ്. എന്നാൽ രണ്ടാമത്തെ തോട്ടത്തിൽ നാം കാണുന്നത് രണ്ടാമത്തെ ആദാമിനെയാണ്. ഒന്നാമത്തെ ആദാമെന്നും രണ്ടാമത്തെ ആദാമെന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് ആരെയാണ് ഞാൻ അതിലൂടെ ഉദ്ദേശിക്കുന്നത്, ബൈബിൾ അതിലൂടെ പരിചയപ്പെടുത്തുന്നതെന്ന്. എന്നാൽ ഒരല്പം കൂടെ അതൊന്ന് മനസ്സിലാകുവാനായിട്ട് ഒരു വേദവചനം കൂടെ കാണിച്ച് ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം, അതിൻ്റെ 15-ാമത്തെ അധ്യായം 45 മുതൽ 49 വരെയുള്ള വാക്യങ്ങളും, റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 18ഉം 19ഉം വാക്യങ്ങളൂടെ വായിച്ചു കഴിയുമ്പോൾ ഈ ഒന്നാമത്തെ ആദാമിനെയും രണ്ടാമത്തെ ആദാമിനെയും നമുക്ക് ബൈബിൾ എങ്ങനെ പരിചയപ്പെടുത്തുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 15-ാം അധ്യായം 45 മുതൽ 49 വരെ. 1-ാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, 2-ാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെയും പ്രതിമ ധരിക്കും. ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഒന്നാമത്തെ ആദാമിനെയും രണ്ടാമത്തെ ആദാമിനെയുമാണ്. അത് ഒന്നാമത്തെ ആദാം ദൈവം സൃഷ്ടിച്ച ആദാമും രണ്ടാമത് കർത്താവായ യേശുക്രിസ്തുവിനെയുമാണ് കാണിക്കുന്നത്. ഏദൻ തോട്ടത്തിലെ ആദാമും ഗെത്സമനെ തോട്ടത്തിലെ ആദാമും. റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 18ഉം 19ഉം വാക്യങ്ങൾ കൂടി ഒന്ന് കാണിച്ചാറ്. അവിടെ പറയുകയാണ്, അങ്ങനെ ഏകലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരുണമായ നീതീകരണവും വന്നു. ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. നിങ്ങൾക്ക് ഇതിനോടകം മനസ്സിലായി ഞാൻ ആരെയാണ് ഒന്നാമത്തെ ആദാമായിട്ടും രണ്ടാമത്തെ ആദാമായിട്ടും പരിചയപ്പെടുത്തുന്നതെന്ന്. കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് ഗെത്സമനെ തോട്ടത്തിൽ നാം കാണുന്നത്. രണ്ടാമതായിട്ട് ഞാൻ ആ തോട്ടത്തെക്കുറിച്ച് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഒന്നാമത്തെ തോട്ടത്തിലെ ആദാം തൻ്റെ ഇഷ്ടത്തിന് ദൈവിക കൽപ്പനകളെ ലംഘിക്കുവാനായിട്ടിടയായി. തൻ്റെ ഇഷ്ടം സാധിക്കുവാനായിട്ട്, അല്ലെങ്കിൽ തൻ്റെ ഭാര്യയെ സന്തോഷിപ്പിക്കാനായിട്ട് താന് ഒന്നാമത്തെ ദൈവം കൊടുത്തിരുന്ന കൽപ്പന ലംഘിക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ രണ്ടാമത്തെ ആദാം ദൈവേഷ്ടത്തിനായി തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവിക കൽപ്പന അല്ലെന്നുണ്ടെങ്കിൽ ദൈവ ഇഷ്ടം നിവർത്തിക്കുവാനായിട്ട് ഇടയാകുന്നതായിട്ട് നമുക്ക് കാണാം. ഒന്നാമത്തെ തോട്ടത്തിൽ ആദാം ദൈവത്തിനെതിരായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ദൈവിക കൽപ്പന ലംഘിക്കുമ്പോൾ, രണ്ടാമത്തെ തോട്ടത്തിൽ രണ്ടാമത്തെ ആദാം ദൈവഹിതത്തിനായി തന്നെ സമർപ്പിച്ചു കൊടുക്കുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ ഒന്നാമത്തെ ആദത്തിന്റെ പ്രവൃത്തിയാൽ ലോകം മുഴുവനും ശിക്ഷാവിധിയിലേക്ക് കടക്കുന്നതായിട്ട് കാണാം. എന്നാൽ രണ്ടാമത്തെ ആദമിന്റെ പ്രവൃത്തിയാൽ ലോകത്തെ മുഴുവനും രക്ഷിക്കുന്ന ആ രക്ഷാകരമായ നീതീകരണം
ലോകത്തിന് വരുന്നതായിട്ട് നമുക്ക് കാണാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നാലാമതായിട്ട്, ഒന്നാമത്തെ ഗാർഡൻ കഷ്ടവും പാപവും മരണവും വിളിച്ചു വരുത്തുമ്പോൾ രണ്ടാമത്തെ ഗാർഡൻ പാപത്തിൽ നിന്ന് മരണത്തിൽ നിന്ന് എന്നേക്കുമുള്ള വിടുതൽ നമുക്ക് വിളിച്ചോതുകയാണ്. ഹല്ലേലൂയ. അഞ്ചാമതായിട്ട്, ഒന്നാമത്തെ ആദം ഹൗവയുടെ കയ്യിൽ നിന്നും ആ പഴം വാങ്ങി സ്വീകരിക്കുമ്പോൾ രണ്ടാമത്തെ ആദം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ആ കഷ്ടതയുടെ പാനപാത്രം കയ്യിലെടുക്കുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വ്യത്യാസം നിങ്ങളൊന്ന് മനസ്സിലാക്കി ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒന്നാമത്തെ ഗാർഡനും രണ്ടാമത്തെ ഗാർഡനും നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്നത്. ഒന്നാമത്തെ ഗാർഡനിൽ സാത്താൻ സർപ്പത്തിലൂടെ വന്നുവെങ്കിൽ രണ്ടാമത്തെ ഗാർഡനിൽ, രണ്ടാമത്തെ പൂന്തോട്ടത്തിൽ സാത്താൻ മനുഷ്യനിലൂടെ വരികയാണ്, യൂദാസിലൂടെ വരികയാണ്, മനുഷ്യനോട് ഇടപെടുകയാണ്. അതുപോലെ തന്നെ ഒന്നാമത്തെ ഏദൻ ഗാർഡനിൽ ഒരു മരം, അതിൻ്റെ ഫലം അവർക്ക് മരണഹേതുവായി എങ്കിൽ രണ്ടാമത്തെ ഗാർഡനിൽ ഗെത്സമനയിൽ ഒരു മരം കുരിശിനായി ഒരുക്കുകയും ആ കുരിശിലൂടെ രക്ഷാകരമായ നീതീകരണം ലോകത്തിന് വരികയും ചെയ്യുകയാണ്. ഒന്നാമത്തെ ഗാർഡനിൽ കണ്ട ആ മരം, അതിൻ്റെ ഫലം മനുഷ്യന് മരണകരമായ ശിക്ഷാവിധി വന്നുവെങ്കിൽ രണ്ടാമത്തെ ഗാർഡനായ ഗെത്സമനയിൽ കൂടി ആ മരം ആ കുരിശിനായി ഒരുങ്ങുകയും ആ കുരിശിലൂടെ രക്ഷാകരമായ നീതീകരണം ലോകത്തിന് വരികയും ചെയ്യുക. ഒരു കാര്യം കൂടെ പറഞ്ഞു, നിറയെ കാര്യങ്ങൾ അതിനെക്കുറിച്ച് ധ്യാനിക്കുവാനുണ്ട്. എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചൊരു വിഷയമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ അനേകം മണിക്കൂറുകൾ ഇരുന്ന് ചിന്തിച്ചൊരു വിഷയമാണ്. ഹല്ലേലൂയ. ഒന്നാമത്തെ ആദത്തിൻ്റെ അനുസരണക്കേടും പ്രൈഡും ലോകത്തിന് ശിക്ഷാവിധി വിളിച്ചു വരുത്തിയെങ്കിൽ രണ്ടാമത്തെ ആദമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അനുസരണവും വിധേയത്വവും സമർപ്പണവും സകല മാനവരാശിക്കുമുള്ള രക്ഷാകരമായ നീതീകരണം വരുവാൻ കാരണമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ ആ ഗെത്സമനിയാണ് ഞാൻ അല്പസമയം നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. വിശുദ്ധ തിരുമേശയോട് നാം അടുത്തു വരുമ്പോൾ ധ്യാനത്തോടെ എല്ലാ അന്യചിന്തകളും വെടിഞ്ഞ് കർത്താവിൻ്റെ ക്രൂശിന് നന്ദി പറഞ്ഞുകൊണ്ട് നാം ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. കർത്താവിൻ്റെ ഗെത്സമനെ നമുക്ക് നല്ലോണം അറിയാം. ഉറച്ച നിലവിളിയോട് ദൈവം പ്രാർത്ഥിച്ച ഒരു സ്ഥലമാണ്. ഉറച്ച നിലവിളിയും അഭയയാചനയുമായിട്ട് കർത്താവ് ആ ഗെത്സമനെ തോട്ടത്തിലായിരിക്കും നമുക്ക് കാണാം. എന്തിനാണ് കർത്താവ് ഉറക്ക നിലവിളിക്കുന്നത്? എന്താണ് ആ നിലവിളിയുടെ കാരണം? ഇന്ന് അനേകർ ഈ കാര്യങ്ങളുടെ ഗൗരവം അറിയാത്തവർ, സത്യം എന്താണെന്ന് അറിയാത്തവർ വിചാരിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ചും കർത്താവിനെ റോമൻ പട്ടാളത്തിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നതിനെക്കുറിച്ചും അത് ഓർത്തിട്ടുള്ള ഭയം, അടുത്ത ദിവസം ഏൽക്കാൻ പോകുന്ന കഷ്ടപ്പാടുകൾ, ക്രൂശീകരണം, അടി, അതുപോലുള്ള പ്രയാസങ്ങൾ തനിക്ക് നേരിടും, ആ കാര്യങ്ങൾ ഓർത്തിട്ടാണ് കർത്താവ് ഗെത്സമനയിൽ ഈ ഉറച്ച നിലവിളിയും കരച്ചിലുമായിരിക്കുന്നതെന്നാണ് ഈ സത്യം അറിയാത്ത ക്രിസ്ത്യാനികൾ ഉൾപ്പെടെയുള്ള ജനം മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, കർത്താവ് അവിടെ ഉറച്ച നിലവിളിയോട് കരയുന്നതും ആ പിതാവിനോട് അപേക്ഷിക്കുന്നതുമൊക്കെ ഈ മരണത്തെ ഭയന്നിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നാളെ നടക്കാൻ പോകുന്ന ക്രൂശീകരണത്തെ ഭയന്നിട്ടോ ഒന്നുമല്ല. ഈ ഗെത്സമനെ മുതൽ ഗബദ വരെ കർത്താവ് പീഡിപ്പിക്കപ്പെടുവാനിടയായി. ഗബദ മുതൽ നോക്കിയാൽ ഗോൽഗത്ത വരെ കർത്താവ് വളരെ കഷ്ടം സഹിക്കുവാനായിട്ട്, അടികൊള്ളുവാനായിട്ട്, അനേക പീഡനങ്ങൾ സഹിക്കുവാനായിട്ട് ഇടയായി. എന്നാൽ ഈ കാര്യങ്ങളൊന്നും ഓർത്തിട്ടല്ല കർത്താവ് അവിടെ നിലവിളിക്കുന്നതും ഗെത്സമനയിൽ ഉറച്ച നിലവിളിയോട് കർത്താവ് കരയുകയും ചെയ്യുന്നത്. കർത്താവ് ആക്ച്വലി മരണം ആസ്വദിക്കുവാനാണ് വന്നത്. ഇവിടുത്തെ അടിയോ ഇവിടുത്തെ ക്രൂശീകരണമോ ഇവിടുന്ന് സഹിക്കാൻ പോകുന്ന പങ്കപ്പാടുകളോ ഒന്നും തന്നെ ദൈവത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏശിയിരുന്നേയില്ല, അതായിരുന്നില്ല വിഷയം. കർത്താവ് മരണം ആസ്വദിച്ചു എന്നാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. വിശേഷാൽ എബ്രായ ലേഖനം പറയുന്നത് ഓരോ നിമിഷവും കർത്താവ് മരണം ആസ്വദിക്കുകയായിരുന്നു. ഹല്ലേലൂയ. മരിക്കുവാനായിട്ടാണ് കർത്താവ് ലോകത്തിൽ വന്നത്. അതും പെട്ടെന്ന് തീരുമാനിച്ചതല്ല, ഉലകം സ്ഥാപിക്കുന്നതിന് മുമ്പേ നിയമിച്ചിരുന്നതും തീരുമാനിച്ചിരുന്നതുമാണ്. കർത്താവിന് ആ മരണത്തെക്കുറിച്ച് ഒട്ടും ഭയപ്പെട്ടിരുന്നില്ല. എബ്രായ ലേഖനത്തിലൊക്കെ പറയുന്നത് അവൻ മരണം ആസ്വദിച്ചു എന്നാണ്. പ്രൈസ് ഗോഡ്. നമുക്കറിയാം കർത്താവ് ഗബദ മുതൽ ഗോൽഗത്ത വരെ അടിച്ചും പുറമൊക്കെ ഉഴവ് ചാലുകൾ പോലെ അടിച്ച് കീറി ഉപദ്രവിക്കാവുന്നതിൻ്റെ മാക്സിമം അടി കൊണ്ട ഒരു മൃഗം പോലെ ദേഹം മുഴുവനും ചോര ഒഴുകിയിട്ട്
തല മുതൽ കാല് വരെ ചോര ഒഴുകിയിട്ട് അടിച്ച് പൊട്ടിച്ച് അതുപോലെ ഭയങ്കരമായ മൃഗീയമായി താൻ ഉപദ്രവിക്കപ്പെട്ടുവെങ്കിലും ഹല്ലേലൂയ, ഒരിക്കൽ പോലും അതിലൊരു പ്രയാസം തോന്നിയിട്ടില്ല. അതിൽ അങ്ങനെ ഉണ്ടാകുമെന്ന് തന്നെ ഒരിക്കൽ പോലും അലട്ടിയിരുന്നില്ല. ഇവിടെ നമുക്കറിയാം, ആ ഗബതയിൽ നിന്ന് ഗോൽഗത്തയിലേക്കുള്ള വഴിയിൽ ഞാൻ പല എൻ്റെ എപ്പിസോഡുകളിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഒരു വേദന അറിയാതിരിക്കാൻ അവരുടെ ഒരു കഷ്ടം അനുസരിച്ച് അവരൊരു കണ്ടിവെണ്ണ കൊടുക്കും, കണ്ടിവെണ്ണ കലക്കിയ കാടി കൊടുക്കും. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതൊരു കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തലയ്ക്ക് ഒരല്പം ബോധം അങ്ങ് പോകും. അങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ വേദന അധികം അറിയത്തില്ല. നമുക്ക് ഇന്ത്യയിലും ഉള്ള ഒരു സിസ്റ്റം തന്നെയാണ്. ഈ തൂക്കിക്കൊല്ലുവാനായിട്ടൊക്കെ വിധിക്കുന്നവരെ വെളുപ്പങ്കാലത്താണ് തൂക്കിക്കൊല്ലുന്നത്. ഒരു 3 മണി സമയത്തൊക്കെയാണ് തൂക്കിക്കൊല്ലുന്നത്. അവരെ അതിന് മുൻപായിട്ട് ഒരു രാത്രി ഒരു 12 മണി 1 മണി ആകുമ്പോൾ തന്നെ അവരുടെ വായിലിടാൻ ഒരു ടാബ്ലറ്റ് മാതിരി, ഒരു ഗുളിക മാതിരി ഒരു സാധനം കൊടുക്കും. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് കൊടുത്തു കഴിയുമ്പോഴത്തേനും ഇവരൊരു പകുതി മയക്കത്തിലായി പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ കുലമരത്തിലേക്ക് നടക്കുമ്പോഴും ഇവരെ വിളിച്ചെഴുന്നേപ്പിച്ച് കൊണ്ടുപോയി ആ സ്റ്റൂളിൽ കയറ്റി നിർത്തി തലയിലെ കറുത്ത തുണിയൊക്കെ ഇടുമ്പോൾ അവിടെ കിടന്ന് വെപ്രാളം പിടിക്കൽ, ബഹളം ഉണ്ടാകാൻ ഇടയാകല്ല. അതിനുവേണ്ടി ഒരു പാതി മയക്കം. ഇത് ഗവൺമെന്റ് അനുവദിച്ചിരിക്കുന്ന ഒരു രീതിയാണ്. ഈ കഷ്ടം തന്നെ യഹൂദനുമുണ്ട്. ഈ ക്രൂശിക്കാൻ കൊണ്ടുപോകുമ്പോൾ ആ പോകുന്ന വഴിയിൽ വെച്ച് അവർക്ക് ഈ കണ്ടിവെണ്ണ കലക്കിയ കാടി, അതെന്തിനാ കുടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മട്ടാണ്. അത് കുടിച്ചു കഴിഞ്ഞാൽ ഒരു പകുതി മയക്കത്തിലാകും. നമ്മുടെ കർത്താവ് ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ കർത്താവിന് ഇത് കൊടുക്കുന്നു. എന്നാൽ രുചിച്ചു നോക്കിയാറെ അവൻ തുപ്പിക്കളഞ്ഞു എന്നാണ് പറഞ്ഞേക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. തലയ്ക്ക് ബോധം പോയിട്ട് കാര്യങ്ങൾ അറിയാതെ എങ്ങനെയും മരിക്കാൻ വന്നതല്ല. കർത്താവ് ഓരോ നിമിഷവും ആ മരണം ആസ്വദിക്കുകയായിരുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കണ്ടിവെണ്ണ കലക്കിയ കാടി കുടിച്ചിട്ട് തുപ്പിക്കളഞ്ഞു. തൊണ്ട, നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുക. ഒരു തുള്ളി വെള്ളം കിട്ടാൻ കൊതിച്ചിരിക്കുന്ന സമയമാണ്. 22-ാം സങ്കീർത്തനത്തിലൊക്കെ പറയുന്ന, ബുഭൂക്ഷയോട് അലറുന്ന സിംഹം പോലെ അവരവനെ വളഞ്ഞു, ബാശാൻ കൂറ്റങ്ങൾ പോലെ അവനവനെ ചുറ്റി വളഞ്ഞിരിക്കുന്നു. അവൻ്റെ നാവ്, തൊണ്ട, അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു. അതുപോലെ ഉണങ്ങി വരണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഒരു തുള്ളി വെള്ളത്തിനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ഇത് കുടിക്കാൻ കൊടുത്തിട്ട് അത് തുപ്പിക്കളാം. കാര്യം അതുപോലെ ആ മരണം ആസ്വദിക്കുവാനായിട്ട്. കർത്താവ് ഒരിക്കലും ഈ മരണത്തെക്കുറിച്ച് ഭാരപ്പെട്ടിരുന്നേ ഇല്ല. അതുകൊണ്ടേ അല്ല ഗത്സമനയിൽ കർത്താവ് ഉറച്ച നിലവിളിയോട് കരയുന്നു എന്ന് പറയുന്നത്. കർത്താവിന് ഇതെല്ലാം ഉണ്ടാകുമെന്ന് നന്നായിട്ട് അറിയാം. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 33-34 വാക്യങ്ങളിൽ പറയാ, യഹൂദന്മാര് തന്റെ ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കും. മഹാപുരോഹിതനും ആ സന്നിധിൻ സംഘമെല്ലാം ചേർന്ന് കർത്താവിനെ ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കുകയും താൻ പീഡിപ്പിക്കപ്പെടുകയും ചെയ്യും എന്ന് കർത്താവിനറിയാം. അതിനു മുൻപേ അവരോട് പറയുന്നുണ്ട്, യേശു അവരോട്, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾക്ക് കുടിക്കുകയും 10:33-34 ഇതാ നാം യെരുശലേമിലേക്ക് പോകുന്നു. അവിടെ മനുഷ്യപുത്രൻ മഹാപുരോഹിതന്മാരുടെയും ശാസ്ത്രിമാരുടെയും കയ്യിൽ ഏൽപ്പിക്കപ്പെടും. അവർ അവനെ മരണത്തിന് വിധിച്ച് ജാതികൾക്ക് ഏൽപ്പിക്കും. കണ്ടില്ലേ, മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ഒക്കെ കർത്താവിനെ പിടിച്ചതിന് ശേഷം ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കും, റോമൻ പട്ടാളത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കും. അടുത്ത വാക്യം, അവർ അവനെ പരിഹസിക്കുകയും തുപ്പുകയും തല്ലുകയും കൊല്ലുകയും 3 നാൾ കഴിഞ്ഞിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്നിങ്ങനെ തനിക്ക് സംഭവിക്കാനുള്ളത് പറഞ്ഞു തുടങ്ങി. കർത്താവിന് അവിടെ എന്ത് സംഭവിക്കും എന്നുള്ളതെല്ലാം നന്നായി അറിയാം. അതിനെക്കുറിച്ചൊന്നും ഭയന്നിട്ടേ അല്ല. ഇവിടെ ഇരിക്കുന്നവരാരും ഇനിയും ചിന്തിക്കരുത്, കർത്താവ് ഗെത്സമനയിൽ കരഞ്ഞത് പിറ്റേ ദിവസത്തെ ക്രൂശീകരണത്തിന്റെ ക്രൂരതയെ ഓർത്തിട്ടാണ്. ഒരിക്കലുമല്ല. ആ അടി കൊള്ളുന്നതിനെ കുറിച്ചോ അവിടെ നടക്കാൻ പോകുന്ന കഷ്ടതയോ പീഡനമോ ഓർത്തിട്ടേ അല്ല. ഹല്ലേലൂയ. കർത്താവ് ഇവിടെ അതിദുഃഖിതനായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. അതുകൊണ്ടാണ് അവിടെ ആ കരയുന്നത്. ഒരു വാക്യം കൂടെ ഒന്ന് കാണിച്ചു തരാം. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം അതിൻ്റെ 37-38 വാക്യങ്ങൾ കൂടെ ഞാൻ ഒരു വലിയ പോയിന്റ് നിങ്ങളുടെ ഉള്ളിലേക്കൊന്ന് പകരുവാനാണ് ഇതിലൂടെ ശ്രമിക്കുന്നത്. അങ്ങനെ ആ ധ്യാനത്തോട് നമ്മൾ ഈ തിരുമേശയോട് അടുത്ത് വരിക. പത്രോസിനെയും സെബദി പുത്രന്മാരെയും ഇരുവരെയും കൂട്ടിക്കൊണ്ട് ചെന്ന് ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി. കർത്താവ് പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും, സെബദി പുത്രന്മാരായ യാക്കോബും യോഹന്നാനും, അവരെ 3 പേരെയും കൊണ്ട് പോയി അധികം ദുഃഖിച്ചു. ദൈവം ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി. അടുത്ത വാക്യം മോനെ, എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു, ഇവിടെ താമസിച്ച് എന്നോടുകൂടി ഉണർന്നിരിപ്പീൻ എന്നവരോട് പറഞ്ഞു. മരണവേദന അനുഭവിക്കുന്നത് പോലെ കർത്താവോട് ദുഃഖിക്കുക. എന്താ ഇത്ര വലിയ ദുഃഖത്തിന്റെ കാരണവും നമുക്കറിയാമോ?
എന്തുകൊണ്ടാണ് കർത്താവ് ഇത്രമാത്രം അവരോട് ചേർന്ന് ദുഃഖിക്കുന്നത്? ഇത്രയും ദുഃഖിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. അതിഭയങ്കരമായ ദുഃഖമാണ്. ആ ദുഃഖത്തിൽ കൂടി കർത്താവിൻ്റെ വിയർപ്പ് തുള്ളികൾ വീഴുന്നത്, ഈ വെള്ള തുണിയിൽ വീണാൽ നമുക്കറിയാം ആ വിയർപ്പ് തുള്ളികൾ വീഴുന്നത് ബ്ലഡാ, രക്തം, ആ ബ്ലഡ് സ്റ്റെയിൻസ് ഉള്ള വിയർപ്പാണ് വീഴുന്നത്. എന്താ അങ്ങനെ വീഴാൻ കാര്യമെന്നറിയാമോ? ദുഃഖത്തിൻ്റെ അതിൻ്റെ ഒരു തീവ്രത, ആ ഒരു അതിഭയങ്കരമായ ഒരു അവസ്ഥയിൽ എത്തിക്കഴിയുമ്പോഴത്തേന് നമ്മുടെ ആ ഹാർട്ട് ബീറ്റ്, ആ ഒരു ബ്ലഡ് പ്രഷറൊക്കെ കൂടിയതിന് ശേഷം നമ്മുടെ ചില ലോലമായ ആ ഒരു വെയിൻസ് ഉണ്ട്, നരമ്പുകളുണ്ട്, ആ നരമ്പുകളൊക്കെ പൊട്ടാനായിട്ട് ഇടയായിത്തീരും. നമ്മുടെ കണ്ണിനകത്ത് കൂടെ എത്രമാത്രം നരമ്പുകൾ പോകുന്നുണ്ടെന്നറിയാമോ? അതുപോലെ ആയിരക്കണക്കിന് നരമ്പുകൾ നമ്മുടെ കണ്ണിനകത്തിലൂടെ പോകുന്നുണ്ട്. അത്ര നമ്മുടെ കണ്ണിലിട്ടാൽ കാണാത്ത ടൈപ്പിലുള്ള നരമ്പുകളുണ്ട്. ആ നരമ്പിനകത്തൂടെയൊക്കെ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നുണ്ട്. ആ നരമ്പിൽ കൂടെയൊക്കെ ബ്ലഡ് ഫ്ലോ ആകുന്നില്ലെന്നുണ്ടെങ്കിൽ ആ ഭാഗം അങ്ങനെ നമ്മായി, അതായത് മരവിച്ചു പോകും. അതുപോലെ ചെറിയ ചെറിയ നരമ്പുകളുണ്ട്, അത് ശരീരം മുഴുവനുണ്ട്, ലക്ഷക്കണക്കിന് നരമ്പുകളുണ്ട്. ആ നരമ്പുകളൊക്കെ ഈ പ്രഷറിൻ്റെ ഒരു തീവ്രത കൂടി കഴിയുമ്പോഴത്തേനും അത് പൊട്ടുവാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെ ആ നരമ്പുകളൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ ആ നരമ്പിൽ കൂടെ ഒഴുകുന്ന ബ്ലഡ് വെളിയിൽ വരും. ആ ബ്ലഡ് വെളിയിൽ വരുന്നത് ഈ ത്വക്കിൽ കൂടി, ഈ സ്കിന്നിൽ കൂടി ആ വിയർപ്പ് തുള്ളികൾ വരുന്നതിൻ്റെ കൂട്ടത്തിൽ ആ ബ്ലഡ് കലർന്ന് ആ വിയർപ്പ് തുള്ളികൾ ബ്ലഡ് പോലെ വരാനായിട്ട് ഇടയായിത്തീരും. അത് മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകാവുന്ന ഒരു പ്രത്യേക ഒരു സ്റ്റേജാണ്. ആ ഒരു അനുഭവമാണ് കർത്താവിന് ഗെത്സമനയിൽ ഉണ്ടാകുന്നത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിദുഃഖത്താൽ. എന്തിനാ കർത്താവ് ഇത്രയും ദുഃഖിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടികൊള്ളുമെന്നോ അല്ലെങ്കിൽ ക്രൂശീകരിക്കുമെന്നോ ഉള്ള വിഷയമല്ല, മറിച്ച് ഈ ലോകത്തിൻ്റെ മുഴുവനും പാപം തൻ്റെ മേൽ ചുമത്തപ്പെടാൻ പോവുകയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം അതിൻ്റെ ആൻസർ. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 21-ാം വാക്യം. അവിടെ പറയുകയാണ്, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതി ആകേണ്ടതിന് ദൈവം അവനെ പാപമാക്കി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമാണ്, അതിപരിശുദ്ധനായ മഹാപരിശുദ്ധനായ ദൈവത്തെ പാപപങ്കിലമായ ഈ ലോകത്തിൻ്റെ മുഴുവനും പാപം, എൻ്റെയും നിങ്ങളുടെയും പാപം മുഴുവനും കർത്താവിൻ്റെ മേൽ ചുമത്തുകയാണ്. പിതാവായ ദൈവം ആ വാക്യത്തിൽ പറയുന്നുണ്ടോ, പാപം അറിയാത്തവനെ. യേശു ക്രിസ്തു പാപം അറിഞ്ഞിട്ടില്ല, പാപം ചെയ്തിട്ടില്ല, പരിശുദ്ധനായ ദൈവമാണ്. ആ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം പാപം എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റത്തില്ല. ഒരു കടലിൽ കിടക്കുന്ന മീനെ പിടിച്ചിട്ട് അതിനെ കരയിലിട്ട് കഴിഞ്ഞാൽ അത് എത്രമാത്രം ശ്വാസം എടുക്കാനായിട്ട് കിടന്ന് അതിൻ്റെ ആ ചെകിളപ്പൂവൊക്കെ ഇളക്കി അത് എന്തുമാത്രം മരണവെപ്രാളം എടുക്കുന്നത് പോലെ കിടന്ന് പിടയ്ക്കുന്നത് നമുക്ക് കാണാൻ പറ്റുമോ? അതുപോലത്തെ ഒരു അവസ്ഥയിലേക്കാണ് പരിശുദ്ധനായ ദൈവത്തിൻ്റെ മേലെ ഈ പാപങ്ങൾ മുഴുവൻ ചുമത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹല്ലേലൂയ. അത് ചെറിയ ഒരു പാപമോ 2 പാപമോ അല്ല, ഈ ഉലകത്തിൻ്റെ മുഴുവനും പാപം, എൻ്റെയും നിങ്ങളുടെ മുഴുവനും പാപം കർത്താവിൻ്റെ മേൽ ചുമത്തപ്പെടുകയാണ്. ആ പാപം തൻ്റെ മേൽ ചുമത്തുമ്പോൾ പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടത് ദൈവം അവനെ പാപമാക്കി. എൻ്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരമായിട്ട് കർത്താവ് ആ പാപം മുഴുവനും തൻ്റെ മേൽ ഏൽക്കുകയാണ്. ഹല്ലേലൂയ. പാപത്തിൻ്റെ ഫലമായ മരണത്തിലൂടെ ആ നിത്യ ശിക്ഷാവിധിയും നമുക്ക് പകരം കർത്താവിൻ്റെ മേൽ വരികയാണ്. ആ ദൈവ കോപാഗ്നിയിൽ, അതായത് പാപത്തിൻ്റെ ശമ്പളമായിട്ട് മരണം കടന്നു വന്നു. ആ പാപത്തിൻ്റെ ശമ്പളം എന്ന മരണം നാം അനുഭവിക്കണം. നാം നിത്യ നരകാഗ്നിയിൽ ആ പാപത്തിൻ്റെ ഫലമായി ചെന്ന് വീഴേണ്ടുന്നിടത്ത് നമുക്ക് പകരമായി കർത്താവ് ദൈവ കോപാഗ്നിയിൽ കത്തി ഉരുകുകയാണ്. നമുക്കതിൻ്റെ തീവ്രത എത്രമാത്രം മനസ്സിലാക്കുവാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല. കർത്താവ് കരയുകയും ആ നിലവിളിക്കുകയും ഹൃദയം പൊട്ടുന്നത് പോലെ അവിടെ കരയുകയും ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ പിതാവായ ദൈവം ലോകത്തെ സ്നേഹിച്ചിട്ട് നമുക്ക് പകരമായി സ്വന്തം പുത്രനെ ആ ദൈവ കോപാഗ്നിയിൽ വെന്തുരുകുക. ഹല്ലേലൂയ. അത് നീതിമാനായ ദൈവത്തിന് താങ്ങാവുന്നതിൻ്റെ അപ്പുറമാണ്. നമുക്കതിൻ്റെ ആ തീവ്രത എത്രമാത്രം അറിയാം. പീലാത്തോസിൻ്റെയും മഹാപുരോഹിതൻ്റെയും ഒക്കെ മുമ്പിൽ നിൽക്കുമ്പോൾ കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, നിന്നെ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് വിട്ടയക്കാൻ പറ്റും, ഈ ചോദിക്കുന്നതിന് മറുപടി പറയാൻ നിനക്ക് കഴിയുന്നില്ലേ എന്ന് ചോദിക്കുമ്പോഴും കർത്താവ് ഈ തല കുനിച്ച് നിൽക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ മുഴുവനും പാപം തൻ്റെ മേലേറ്റിക്കൊണ്ട് ഈ ഒരു ഉലകം മുഴുവനും ചെയ്തിരിക്കുന്ന പാപം, ചെയ്യാനിരിക്കുന്ന പാപം, ഞാൻ ഇന്ന്
കർത്താവിൻ്റെ കാൽവറി യാഗത്തിന് 2000 വർഷത്തിന് ശേഷം ജനിച്ചിരിക്കുന്നവരാണ് നമ്മളൊക്കെ. ഈവൻ നമ്മുടെ പാപം വരെ മായ്ക്കുവാൻ കഴിയുന്ന രീതിയിൽ സകല പാപവും കർത്താവിൻ്റെ തോളിൽ ഏറ്റിക്കൊണ്ട് നമുക്ക് പകരമായി കർത്താവ് ആ കാൽവറിയിൽ യാഗമായി തീരുകയാണ്. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ ദൈവ കോപാഗ്നിയിൽ താൻ വെന്തുരുകയാണ്. അത് ഇന്നും ഇന്നലെയും തീരുമാനിച്ചിരുന്നതല്ല. ഉലക സ്ഥാപനത്തിന് മുൻപേ ആ കുഞ്ഞാടിനെ അതിനുവേണ്ടി മാറ്റപ്പെട്ടിരുന്നതാണ്. അതുകൊണ്ട് ആ പാട്ടുകാരൻ എഴുതിയ ലോകസ്ഥാപനം മുൻപെന്നെയും കണ്ടല്ലോ, ലോകസ്ഥാപനം മുൻപെന്നെയും കണ്ടല്ലോ, ലോകത്തിൽ വന്നു താൻ ജീവനെ തന്നല്ലോ, ലോകത്തിൽ വന്നു താൻ ജീവനെ. എത്രയോ ശ്രേഷ്ഠമാം സ്വർഗീയ വിളിയായി, എത്രയോ ശ്രേഷ്ഠമാം സ്വർഗീയ വിളിയായി, എന്നെയും ഹൃദ്യനായി എണ്ണിയ സ്നേഹമേ, എന്നെയും യോഗ്യനായി എണ്ണിയ സ്നേഹമേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. സകല ലോകത്തിൻ്റെയും പാപം ആ കുഞ്ഞാടിന് മേൽ ചുമത്തപ്പെടുകയാണ്. ഹല്ലേലൂയ. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് ദൈവം അവനെ പാപമാക്കി. ഒരു സബ്സ്റ്റിറ്റ്യൂഷണറി അറ്റോൺമെന്റ് നടക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് പകരമായിട്ടൊരു മറുവില യാഗം നടക്കുകയാണ്. ആദമിൻ്റെ കാലം മുതൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് മാനവരാശിയെ രക്ഷിക്കാൻ വേറൊരു വഴിയുമില്ലാത്തത് കൊണ്ട് പിതാവായ ദൈവം പുത്രനായിട്ട് ലോകത്തിൽ അവതരിച്ച് മനുഷ്യനായിട്ട് ഈ ലോകത്തിൽ അവതരിച്ച് ഹല്ലേലൂയ നമ്മുടെ പാപങ്ങളെ തൻ്റെ ചുമലിൽ ഏറ്റിക്കൊണ്ട് നമുക്ക് പകരമായിട്ട് ഒരു സബ്സ്റ്റിറ്റ്യൂഷണറി അറ്റോൺമെന്റ്, മറുവില യാഗം ഹല്ലേലൂയ ആ കാൽവറിയിൽ നിറവേറുകയാണ്. 3 പ്രാവശ്യം കർത്താവ് അവിടെ നിലത്ത് വീണ് കരയുന്നതായിട്ട് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാം. 26-ാം അധ്യായത്തിൻ്റെ 39-ാമത്തെ വാക്യം, മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായം അതിൻ്റെ 39-ാമത്തെ വാക്യത്തിൽ പറയുന്നത് കർത്താവ് കവിണ്ണ് വീണ് പ്രാർത്ഥിക്കുക. ആ ഒരു രംഗം നിങ്ങളുടെ മനസ്സിലേക്കൊന്ന് വരട്ടെ. ആ ഗെത്സമനെ തോട്ടം നിങ്ങളുടെ മനസ്സിലേക്കൊന്ന് വരട്ടെ. കർത്താവ് ആ പിടിക്കപ്പെടുന്നതും ആ നടക്കുന്ന സംഭവങ്ങളും ഒക്കെ നിങ്ങളുടെ മനസ്സിലേക്കൊന്ന് വരട്ടെ. ഇവിടെ പറയുന്നത് 26-ന്റെ 39 പറയുന്നത്, പിന്നെ അവൻ അല്പം മുൻപോട്ട് ചെന്ന് കവിണ്ണു വീണു. ഹല്ലേലൂയ. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പറഞ്ഞു. അവിടെ പറയുന്നത് ആൻഡ് ഹി വെന്റ് എ ലിറ്റിൽ ഫാർദർ ആൻഡ് ഫെൽ ഓൺ ഹിസ് ഫേസ്. കർത്താവ് മുന്നോട്ട് വീണ്, അല്പം മുൻപോട്ട് വീണ് കവിണ്ണ് വീണ് പ്രാർത്ഥിച്ചു. നേരെ മൂക്ക് നിലത്ത് മുട്ടത്തക്കവണ്ണം കവിണ്ണ് ഫ്ലാറ്റായിട്ട് വീണ് കിടക്കുക. പിതാവായ ദൈവത്തിന് മുമ്പിൽ മണ്ണോട് ചേർന്ന് ഫ്ലാറ്റായിട്ട് കവിണ്ണ് വീണ്, ഹി ഫെൽ ഓൺ ഹിസ് ഫേസ് എന്ന് ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നുണ്ടോ. മൂക്ക് മുട്ടത്തക്കവണ്ണം, തലയിൽ മുട്ടത്തക്കവണ്ണം കവിണ്ണ് വീണ് കിടന്ന് പ്രാർത്ഥിക്കുക. പിതാവായ ദൈവത്തിനോട് അപേക്ഷിക്കുക. തന്നെ താഴ്ത്താവുന്നത്രയും താഴ്ത്തി, പിതാവിന് മുമ്പിൽ ഭൂമിയോളം താഴ്ത്തി, മണ്ണോളം താഴ്ത്തി കർത്താവിനോട് അപേക്ഷിക്കുക. എന്താ അപേക്ഷിക്കുന്നതെന്ന് കണ്ടോ? അവിടെ എന്താ ചോദിക്കുന്നത് കണ്ടോ? പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്നും നീങ്ങി പോകണമേ. നെവർദലെസ് നോട്ട് ആസ് ഐ വിൽ ബട്ട് ആസ് ദൗ വിൽ. ഹല്ലേലൂയ. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങി പോകണമേ എന്ന് പറയുക. ഉറച്ച നിലവിളിയോട്. ഈ വാക്യത്തിലേക്ക് നമുക്ക് തിരിച്ചു വരണം. എബ്രായ ലേഖനം 5:7 കാണിച്ചാൽ, എബ്രായ ലേഖനം 5-ാം അധ്യായം 7 കാണിച്ചാൽ, ഇവിടെ കർത്താവ് ദൈവം പ്രാർത്ഥിക്കുന്ന, കർത്താവ് യേശു ക്രിസ്തു പ്രാർത്ഥിക്കുന്നത് കണ്ടില്ലയോ? ഉറച്ച നിലവിളിയ. ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും. മനസ്സിലായോ? ഹല്ലേലൂയ. തന്നെ ഈ ഐഹിക കാലത്ത് ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട്, അതാരാ? പിതാവായ ദൈവത്തോട് ഉറച്ച നിലവിളിയോടെ കവിണ്ണ് വീണ്, മൂക്ക് നിലത്ത് മുട്ടി കവിണ്ണ് വീണ് കിടക്കുക. ഗെത്സമനെ തോട്ടത്തിൽ ഉറച്ച നിലവിളിയോട് കർത്താവിനോട് അപേക്ഷിക്കുക. ഹല്ലേലൂയ. എന്താ അപേക്ഷിക്കുന്നതെന്ന് കണ്ടോ? കർത്താവേ,
കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകുമാറാകണം. പിതാവ് ആ പ്രാർത്ഥനയ്ക്ക് ആൻസർ കൊടുക്കുന്നുണ്ടോ? ഇല്ല. പിതാവ് ആ പ്രാർത്ഥനയ്ക്ക് ആൻസർ കൊടുക്കുന്നില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ നീതിയാണ്. ലോകത്തെ സ്നേഹിച്ചതുകൊണ്ട് നമ്മെ വീണ്ടെടുക്കുവാനായി കർത്താവ് പുത്രന്റെ മേൽ ഈ ലോകത്തിന്റെ പാപം മുഴുവനും ചുമത്തിയിട്ട് പുത്രനെ കൈവിട്ടിരിക്കുക. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് ഉറച്ച നിലവിളിയോട്, അഭയയാചനയോട്, ഏലി ഏലി ലമ്മ ശബക്താനി, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്നെ കൈവിട്ടത് എന്ത് എന്ന് ഉറച്ച നിലവിളിയോടെ ഇവിടെ ചോദിക്കുക. ഇവിടെ എന്താ ചോദിക്കുന്നതെന്നാണ് ഞാൻ നിങ്ങളോട് ഏറ്റവും കൂടുതൽ ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ സ്ട്രെസ് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇവിടെ പറയുന്നത് ആ 36-ന്റെ ആ വാക്യം ഒന്നുകൂടെ കാണിച്ചു. 26-39 ഒന്ന് വന്നേ. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീങ്ങിപ്പോകണമേ എന്ന് കാണിക്കുന്നു. മത്തായി 26-39 വാക്യം. മത്തായിയുടെ സുവിശേഷം 26-39 വാക്യം. പിതാവേ, കഴിയുമെങ്കിൽ, കണ്ടില്ലേ അവിടെ ചോദിക്കുന്നത്, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ എന്ന് ചോദിക്കുക. നിങ്ങൾക്ക് ഇതിന്റെ കാര്യം മനസ്സിലായോ? എന്താ ചോദിക്കുന്നതിന്റെ അർത്ഥം എന്ന് മനസ്സിലായോ? ഹല്ലേലൂയ. പുത്രൻ പിതാവായ ദൈവത്തോട് ഈ ചോദിക്കുന്നത് എന്താണെന്ന് മനസ്സിലായോ? ഇവിടെ കർത്താവ് ചോദിക്കുന്നത്, പിതാവായ ദൈവമേ, അഖിലാണ്ടത്തിന്റെ ഉടയവനെ, സകലവും സൃഷ്ടിച്ചവനെ, സകലത്തിന്റെയും കാരണഭൂതനെ, ഈ പാപം മുഴുവൻ എൻ്റെ മേലെ ചുമത്തി എന്നെ യാഗം കഴിപ്പിക്കുന്നതല്ലാതെ വേറെ എന്തെങ്കിലും മാർഗം ഈ ഉലകത്തിൽ ഉണ്ടോ എന്ന് ചോദിക്കുക. ഈ ലോകത്തിൽ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിക്കുക. ഈസ് there any other way that the human being can be redeemed? ഞാൻ ഈ മരണത്തിൽ കൂടി കടന്നു പോകുന്നതല്ലാതെ, ഈ പാപങ്ങൾ മുഴുവനും എൻ്റെ തോളിൽ ചുമത്തുന്നതല്ലാതെ, ഈസ് there any other way എന്ന് ചോദിക്കുക. പിതാവായ ദൈവം അതിന് മുഖം മറയ്ക്കുക. കാര്യം ഈ ഉലകത്തിൽ വേറെ ഒരു മാർഗവും അതിന് പരിഹാരമായിട്ടില്ല. ഈ പോയിന്റാണ് ഞങ്ങൾ നിങ്ങളോട് ഈ പ്രസംഗിക്കുന്നത് മുഴുവനും. എൽദോ ബ്രദറിന്റെ ആ എപ്പിസോഡുകൾ മുഴുവനും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, എൻ്റെ എപ്പിസോഡുകൾ മുഴുവനും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അതിൻ്റെ രത്ന ചുരുക്കം എന്ന് പറയുന്നത്, കർത്താവിൻ്റെ കാൽവറി അല്ലാതെ നമ്മുടെ പാപത്തിന് വേറെ പരിഹാരം ഇല്ല എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പുത്രൻ ഇവിടെ ചോദിക്കുക പിതാവിനോട്, is there any other way? No, sorry son, there is no other way. Hallelujah. കർത്താവിനെ ക്രൂശിക്കുക. കർത്താവിൻ്റെ മേൽ ഈ ഉലകത്തിന്റെ പാപം മുഴുവനും പറഞ്ഞേൽപ്പിച്ച്, മുഴുവനും പാപവും അവന്റെ മേൽ പറഞ്ഞേൽപ്പിച്ച്, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവനെ പാപമാക്കി, അവനെ യാഗം കഴിക്കാതെ, ഒരു പ്രൊപ്പിച്ചിയേഷണൽ ഡെത്ത് നടക്കാതെ, ഒരു മറുവില യാഗം കൊടുക്കാതെ ഈ ലോകത്തിന് റിഡംഷൻ ഇല്ല, വീണ്ടെടുപ്പില്ല. ഈ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ കഴിയത്തില്ല. അത് കർത്താവ് ഇവിടെ ഉറപ്പിക്കുക. നമ്മൾ ഒന്നുകൂടെ മനസ്സിലാക്കി തരിക, there is no other way. ഒരു കൂദാശയ്ക്കും, ഒരു കുർബാനയ്ക്കും, ഒരു കുംഭസാരത്തിനും, ഒരു പ്രവർത്തികൾക്കും, ഒരു മാനസാന്തരത്തിനും, ഒരു ജലസ്നാനത്തിനും, ഒരു ശുശ്രൂഷയ്ക്കും നിങ്ങളുടെ രക്ഷ ഉറപ്പാക്കുവാൻ കഴിയത്തില്ല. അങ്ങനെ കഴിയുമായിരുന്നുണ്ടെങ്കിൽ ഏദൻ തോട്ടത്തിലെ അത് ചെയ്തേനെ, ഗെത്സമനെ തോട്ടത്തിൽ അത് ചെയ്തേനെ. ദൈവത്തിന്റെ പ്രിയ പുത്രൻ ക്രൂശിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ മരിക്കുമ്പോൾ, തൂങ്ങുമ്പോൾ, ഈ ക്രൂശിൽ കിടന്ന് ചോദിക്കുമ്പോൾ, പിതാവായ ദൈവം പുത്രനെ കൈവിടുന്ന എന്തിനാണെന്നറിയാമോ? എന്നെ നിങ്ങളെ വീണ്ടെടുക്കുവാൻ വേറെ ഒരു വഴിയും ഇല്ലാത്തത് കൊണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെയും നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കർത്താവ് പുത്രനെ ക്രൂശിൽ കൈവിടുകയാണ്. ആ ക്രൂശിൽ കൈവിടുന്ന രംഗം അത്ര സിമ്പിളായിട്ട് നാം എടുക്കരുത്. പിതാവായ ദൈവം മുഖം മറച്ചു കളഞ്ഞു എന്നാ പറയുന്നത്. പുത്രന്റെ ആ കരച്ചിലും ആ അപേക്ഷയും കേട്ടിട്ട് ആൻസർ കൊടുക്കാൻ പറ്റാതെ, ചില കാര്യങ്ങൾക്ക് ദൈവത്തിന് ആൻസർ കൊടുക്കാൻ പറ്റത്തില്ല, ചില കാര്യങ്ങൾ ദൈവത്തിന് ചെയ്യാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ, സാത്താൻ അവനെ വീണ്ടെടുക്കാൻ പറ്റത്തില്ല. കാര്യം അവന് മരണമില്ല, അവനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല. അവൻ നിത്യമായിട്ട് പാപിയായിട്ട് തുടരും. അങ്ങനെ പാപത്തിന്റെ ശമ്പളമായിട്ട് നിത്യ നരകാഗ്നിയിലേക്ക് അവൻ പോകും. നാം ഒരിക്കൽ മരിച്ച് നിത്യ നരകാഗ്നിയിൽ പോകേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, ദൈവം സ്നേഹമാണ്, ദൈവത്തിന് നമ്മളെ വീണ്ടെടുക്കാമെന്ന് വിചാരിക്കില്ല. ദൈവത്തിന് പോലും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ പുത്രൻ കൈവിടപ്പെട്ടു പോവുക. പുത്രൻ പിതാവിനോട് ചോദിക്കുക, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, സ്വർഗത്തിന്റെ സന്തോഷമായവൻ, അഖിലാണ്ടത്തിന്റെ ഉടയവനായ ദൈവത്തോട്, ഇസ് there any other way എന്ന് ചോദിക്കുക.
കഴിയുമോ? ഈ പാനപാത്രം ഒന്ന് മാറ്റി വേറെ എന്തെങ്കിലും വഴി ഉണ്ടോ എന്ന് ചോദിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. There is no other way. It is the cross that saves you. It is the blood that saves you. ഹല്ലേലൂയ. കർത്താവിൻ്റെ ആ ക്രൂശ് മരണത്തിലൂടെ മാത്രമായിരുന്നു രക്ഷ. ഇത് പറയാനുള്ളൊരു ആർജവം, ഇത് പറയാനൊരു ധൈര്യം കർത്താവിൻ്റെ ശിഷ്യന്മാരെന്ന് പറയുന്ന എല്ലാവർക്കും ഇത് ഉണ്ടാകട്ടെ എന്ന് ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. Praise God. Hallelujah. There is no other way. There is no other means that human being can be saved or human can be redeemed. There is no other way. Hallelujah. കർത്താവ് പുത്രനെ ക്രൂശിൽ തകർക്കപ്പെടുവാനായിട്ട് സമർപ്പിക്കുക. ആ ക്രൂശിൽ, ഹല്ലേലൂയ, ആ പുത്രനെ കൈവിടുമ്പോൾ പിതാവായ ദൈവം മുഖം മറയ്ക്കുക. ആ മുഖം മറയ്ക്കുമ്പോൾ സൂര്യൻ ഇരുണ്ടു പോവുക, ഭൂമി കൂരിരുട്ട് വ്യാപിക്കുക. ചില മണിക്കൂറുകളിലേക്ക് ഭൂമി ഇരുണ്ടുപോയി, ഭൂമി കുലുങ്ങിപ്പോയി, മരിച്ചവരുടെയൊക്കെ കല്ലറകൾ തുറക്കപ്പെട്ടു. സ്വർഗത്തിൽ ഗായക സംഘം അവരുടെ ഗാനം നിലച്ചു. സ്വർഗത്തിലെ ദൂതന്മാരുടെ എല്ലാം ആഘോഷം അതെല്ലാം നിലച്ചു. മുഴുവനും നിശ്ചലമായിരിക്കുക. സ്വർഗത്തിന്റെ സൗഭാഗ്യമായവൻ, ദ ഡാർലിംഗ് ഓഫ് ഹെവൻ ബീങ് ക്രൂസിഫൈഡ്. എന്തിനാണെന്നറിയാമോ? എന്നെ നിങ്ങളെ വീണ്ടെടുക്കാൻ. ഹല്ലേലൂയ. നമുക്ക് എത്ര പേർക്ക് ഇന്നത് അറിയാം? ഹല്ലേലൂയ. നാം അതറിഞ്ഞ് ദൈവത്തിന് നന്ദി കരയട്ടെ. പാപമറിയാത്തവന് നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടവൻ. ദൈവം അവനെ പാപം ആക്കി. ഹല്ലേലൂയ. ഒരു പാപവും ചെയ്തിട്ടില്ലാത്തത്. He has been numbered among the transgressors. ഹല്ലേലൂയ. അവൻ ദോഷികളുടെ കൂടെ അവനെ എണ്ണപ്പെട്ടു. ഹല്ലേലൂയ. എന്തിനാണെന്നറിയാം? ഈ സത്യസുവിശേഷം ലോകത്തെ അറിയിക്കാൻ. ഞാനും നിങ്ങളും നിത്യ നരകാഗ്നിയിൽ പോകാതിരിക്കുവാൻ, ആ ദൈവകോപാഗ്നിയിൽ എന്നേക്കുമായിട്ട് വീണു പോകാതിരിക്കുവാൻ ഒരിക്കലായി കർത്താവ് നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി. ഹല്ലേലൂയ. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളും പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. വിശുദ്ധ തിരുമേശയുടെ ശുശ്രൂഷയിലേക്ക് നാം അടുത്തു വരികയാണ്. ഈ ചിന്ത നമ്മളെ ഭരിക്കട്ടെ. കർത്താവ് നമുക്ക് വേണ്ടി ഒരിക്കലായി യാഗമായി തീർന്നു. ഹല്ലേലൂയ. അതോടുകൂടി നമ്മെ അവൻ്റെ രക്തം കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. നാം ഇന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ടു. നാം ഇന്ന് പാപികളല്ല. ഈ ലോകത്തിൽ നാം ഇന്ന് മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ നാം കർത്താവിൻ്റെ കൂടെ സ്വർഗത്തിലാ. ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവായാൽ നാം ഇന്ന് സ്വർഗത്തിലാ. ഹല്ലേലൂയ. ആ ഒരു വലിയ ഭാഗ്യത്തിലേക്കാ ദൈവം നമ്മളെ വിളിച്ചാക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴേക്കും കർത്താവ് വരുവോളം അവൻ്റെ ആ മരണത്തെ നാം പ്രസ്താവിക്കുക. ഹല്ലേലൂയ. അതിനു വേണ്ടിയിട്ടാണ് ഈ ശുശ്രൂഷ. ഈ ശുശ്രൂഷ നമുക്ക് രക്ഷ പ്രാപിക്കാനായിട്ടല്ല. ഒരു മനുഷ്യരും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതുകൊണ്ട് രക്ഷിക്കപ്പെടുമെന്ന് വിചാരിക്കരുത്. ഇത് രക്ഷയ്ക്കുള്ളൊരു ശുശ്രൂഷയെ അല്ല. ഇതിൽ പങ്കെടുക്കുന്നതുകൊണ്ട് നമ്മുടെ വിശുദ്ധി കൂടുമെന്ന് ആരും വിചാരിക്കരുത്. അതിനെ അല്ല ഇത് തന്നിരിക്കുന്നത്. ഈ ശുശ്രൂഷ കൊണ്ട് ആരെങ്കിലും രക്ഷപ്പെടുമെന്നോ ഏതെങ്കിലും പ്രത്യേക അനുഭവം ഉണ്ടാകുമെന്നോ ഒന്നും പ്രതീക്ഷിക്കരുത്. ഇത് ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴേക്കും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കും. അവൻ നമുക്ക് വേണ്ടി മരിച്ചു, നമുക്ക് പകരമായി അവൻ ഒരിക്കലായി മരിച്ചു. അവൻ എന്നേക്കുമായ ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയുള്ള ഹൃദയത്തോട് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരാം. ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ, ഒരു വാക്കിൽ പ്രാർത്ഥിക്കാം. അതിനുശേഷം ബ്രദർ ബേബി പോൾ മുന്നോട്ട് കടന്നു വരികയും കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 23 മുതൽ 32 വരെയുള്ള ഭാഗങ്ങൾ നമ്മെ വായിച്ച് കേൾപ്പിക്കുകയും ചെയ്യും. നമ്മുടെ തലകളെ വണക്കാം. നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് അടുത്തു വരാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ ഓമനകുമാരനെ ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് കാൽവറിയിൽ തകർത്തു. ഞങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കർത്താവേ, നിന്റെ മകനേക്കാൾ ഏറെ നീ ഞങ്ങളെ സ്നേഹിച്ചു. ഹല്ലേലൂയ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം കർത്താവ് ലോകത്തെ സ്നേഹിച്ചു.
ഹല്ലേലൂയ, ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ട, ഞങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെട്ട ഹല്ലേലൂയ ആ തങ്ക ശരീരം, കർത്താവേ ആ തിരു രക്തം, അതിൻ്റെ ഓർമ്മയ്ക്കായി ഞങ്ങൾക്ക് കൽപ്പിച്ചാക്കിയിരിക്കുന്ന ഈ അനുഗ്രഹീത ശുശ്രൂഷയിലേക്ക് കരം നീട്ടുവാൻ ഞങ്ങളുടെ കരങ്ങളെ ബലപ്പെടുത്തിക്കാട്ട്, ശുശ്രൂഷിപ്പാൻ അടിയനെ സഹായിച്ചാട്ട്. കർത്താവേ, ഇതിലേക്ക് പങ്കെടുക്കുന്ന എല്ലാവരും, ഇതിലേക്ക് കരം നീട്ടുന്ന എല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ, ആത്മീയമായി ബലപ്പെടുവാൻ കർത്താവ് അവരെ സഹായിച്ചാട്ട്. കുറവുകളെ ഞങ്ങൾ ഏറ്റുപറഞ്ഞ് അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ ക്രമീകരിക്കുന്നു കർത്താവേ. അവിടുത്തെ പാദപീഠ ഞങ്ങൾ ചേർന്ന് വരുന്നു. അവിടുത്തെ നാമം മഹിമപ്പെടും. ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 11 അധ്യായം 23 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തതെന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമം ആകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായ അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളും ആകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഈ തിരുമേശയ്ക്കായിട്ട് ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്യാം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ആർക്ക് വിശുദ്ധ തിരുമേശയിലേക്ക് കരം നീട്ടുവാനായിട്ട് പങ്കാളിയാകുവാനായിട്ട് കഴിയും? 12 വയസ്സിന് മേൽപോട്ട് ഉള്ള എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ രക്ഷിച്ച, നിവർത്തിച്ച രക്ഷണീയ പ്രവൃത്തിയിലൂടെ ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നുവെന്ന് പരിപൂർണ ബോധ്യമുള്ളവരും പരിശുദ്ധാത്മാവിനാൽ ഞാൻ മുദ്രയിടപ്പെട്ടിരിക്കുന്നു, കർത്താവിൻ്റെ ആ കാഹളം ധ്വനിക്കുമ്പോൾ ഹല്ലേലൂയ ഞാൻ ചേർക്കപ്പെടുമെന്ന് ഉറച്ച വിശ്വാസമുള്ളവരുമായ എല്ലാവർക്കും ഈ വിശുദ്ധ തിരുമേശയിലേക്ക് പങ്കെടുക്കുവാനായിട്ട് കഴിയും. കർത്താവ് മരിച്ചത് എല്ലാവർക്കും വേണ്ടിയാണ്. അവൻ്റെ മരണത്തിലൂടെ നമ്മളെ വീണ്ടെടുത്തിരിക്കുക. അതുകൊണ്ട് ആ ഒരു വിശ്വാസത്തിൽ കർത്താവ് കാൽവറിയിലൂടെ എന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ ദൈവമകനായി തീർന്നിരിക്കുന്നു എന്ന് ഉറച്ച വിശ്വാസമുള്ളവർക്ക് എല്ലാവർക്കും, വിശുദ്ധ ജീവിതം നയിക്കുന്ന എല്ലാവർക്കും ഈ തിരുമേശയിലേക്ക് കരം നീട്ടുവാനുള്ള യോഗ്യതയുണ്ട്. അപ്പോൾ തന്നെ നിങ്ങളെ ആരെയും നമ്മൾ പേഴ്സണലായിട്ട് എല്ലാവരും അറിയുന്നില്ല. എനിക്കറിയാവുന്നതുപോലെ എൻ്റെ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ എൻ്റെ മക്കൾക്കോ മറ്റുള്ളവർക്ക് ആർക്കും അറിയത്തില്ല. അതുകൊണ്ട് അവരവർ തന്നെ ശോധന ചെയ്യണം. ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നമ്മൾ നിൽക്കുന്നത്. വേറെ ആരെയും കാണിക്കുവാൻ വേണ്ടിയിട്ടോ വേറെ ആരെയും തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടോ അല്ല. നാം ഓരോരുത്തരും തന്നെത്താൻ ശോധന ചെയ്യണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവം, നമ്മെ ഉള്ളതുപോലെ അറിയുന്ന ദൈവം, നമ്മുടെ ഉൾപ്പൂവുകളെ നിലവുകളെ ആരാഞ്ഞറിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം നിൽക്കുന്നത്. അതുകൊണ്ട് 12 വയസ്സിന് മേൽപ്പെട്ടുള്ള എല്ലാവർക്കും ആ ദൈവിക രക്ഷാ പദ്ധതിയിലേക്ക് വന്നിരിക്കുന്ന എല്ലാവർക്കും ഇതിൽ പങ്കാളിയാകാമെന്ന് ഞാൻ പറയുമ്പോൾ തങ്ങളെ തന്നെ ശോധന ചെയ്യുവാനായിട്ട്, ഹല്ലേലൂയ, മനുഷ്യനോടും ദൈവത്തോടും ആ നല്ല മനസാക്ഷി കാത്തു സൂക്ഷിക്കുവാനായിട്ട്, അങ്ങനെ ആ ഒരു വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ഏവർക്കും ഈ വിശുദ്ധ തിരുമേശയിലേക്ക് കരം നീട്ടുവാൻ കഴിയും എന്ന് ഞാൻ പ്രാരംഭമായിട്ട് ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ അപ്പത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അവിടുത്തെ തിരുശരീരത്തിൻ്റെ പ്രതീകമായി ഞങ്ങൾ കേൾപ്പിച്ചു നിന്നിരിക്കുന്ന ഈ അപ്പത്തിനായിട്ട് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കാൽവറിയിൽ ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ട അവിടുത്തെ തങ്ക ശരീരത്തിൻ്റെ പ്രതീകമായി കർത്താവെ, നീ ഞങ്ങൾ കേൾപ്പിച്ചു തന്നിരിക്കുന്ന അവിടുത്തെ ഈ ശരീരത്തിനായിട്ട് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ, ആ തങ്ക ശരീരം ഞങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെട്ടു, ആ തിരശീല ഞങ്ങൾക്ക് വേണ്ടി ചീന്തപ്പെട്ടു. ഹല്ലേലൂയ, തുറന്നിരിക്കുന്ന പുതുവഴിക്കായിട്ട് അതിൻ്റെ ഭാഗമായി തീരുവാൻ കാൽവറിയിലൂടെ നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വലിയ ഭാഗ്യത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മരണത്തെ ഓർക്കുവാൻ ഇതിലൂടെ ഞങ്ങൾക്ക് തരുന്ന വലിയ ഭാഗ്യത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, അവിടുത്തെ ശരീരത്തെ വാഴ്ത്തി അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് തന്നിരിക്കുന്നതിനാൽ ഞങ്ങൾ തന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം.
ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തതെന്തെന്നാൽ, കർത്താവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. മനസ്സോടെ ശാപമരത്തിൽ തൂങ്ങിയ മനുവേല ദൈവജാത, മനസ്സോടെ ശാപമരത്തിൽ തൂങ്ങിയ മനുവേല ദൈവജാത, നിനക്കീ വേദന വരുത്തി വെച്ചതി നീശന്യാനയ്യോ, നിനക്കീ വേദന വരുത്തി വെച്ചതി നീശന്യാനയ്യോ. അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ തിരു രക്തത്തിൻ്റെ പ്രതീകമായി ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ വീഞ്ഞിനായിട്ട് ഞങ്ങൾ തന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. അവിടുത്തെ തിരു രക്തത്തെ വാഴ്ത്തി അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് തരുന്നതിനാൽ ഞങ്ങളങ്ങനെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. തിരുവചനത്തിൽ കൂടെ ഞങ്ങളോട് സംസാരിക്കുന്നു. കർത്താവേ, ആ കാൽവറിയിലൂടെ ഒഴുകിയ തങ്ക നിണത്തിനായിട്ട്, ഞങ്ങളെ വീണ്ടെടുത്ത ആ തിരുരക്തത്തിനായിട്ട് ഞങ്ങളങ്ങനെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, അതിൻ്റെ പ്രതീകമായി ശുശ്രൂഷയിലേക്ക് കരം നീട്ടുവാൻ നീ ഞങ്ങളെ ബലപ്പെടുത്തിയതിനാൽ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങയുടെ നാമം ഞങ്ങളുടെ മധ്യത്തിൽ ഉയരട്ടെ. കർത്താവേ, അങ്ങേക്ക് മഹത്വം, 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 മഹത്വം. അവിടെ തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിന് പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീനെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. ഹല്ലേലൂയ. മനുഷ്യൻ അയോഗ്യമായി അപ്പം തിന്നുകയോ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയോ ചെയ്താൽ, ഹല്ലേലൂയ, അവരവർക്ക് തന്നെ അവർ ഈ രക്തവും ശരീരവും സംബന്ധിച്ച് അവർ കുറ്റക്കാരാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുവാൻ. ഹല്ലേലൂയ. കാൽവറിയിലൂടെ കർത്താവ് നിവർത്തിച്ച ആ രക്ഷണീയ പ്രവൃത്തിയെ ഓർക്കുവാൻ നമുക്ക് കൽപ്പിച്ചു തന്നിരിക്കുന്ന ഈ തിരു ശരീരത്തിൻ്റെയും തിരു രക്തത്തിൻ്റെയും ഹല്ലേലൂയ ഓർമ്മയ്ക്കായിട്ട് നാം ചെയ്യുന്ന ഈ അപ്പവീഞ്ഞുകളെ വാങ്ങി ഭക്ഷിക്കുവാനായി ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പരമനീതി എന്തുരിതത്താലെന്നെ അറിവാൻ നിന്നൊരു നേരം, പരമനീതി എന്തുരിതത്താലെന്നെ അറിവാൻ നിന്നൊരു നേരം, പരമനീയത അറിയപ്പെട്ടിടാൻ ഇറങ്ങി വന്നല്ലോ, പരമനീയത അറിയപ്പെട്ടിടാൻ ഇറങ്ങി വന്നല്ലോ. മല പോലെ ശാപം ജ്വലിച്ചിറങ്ങിയ നീലത്തിൻ പാതകം മൂലം, മല പോലെ ശാപം ജ്വലിച്ചിറങ്ങിയ നീലത്തിൻ പാതകം മൂലം, അലിഞ്ഞു നീ ശാപം തലയിൽ കൊണ്ടിടാൻ വലിമ വിട്ടല്ലോ, അലിഞ്ഞു നീ ശാപം തലയിൽ കൊണ്ടിടാൻ വലിമ വിട്ടല്ലോ. നന്ദി കെട്ട ഈ നരരെ നരക അഗ്നി
നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. മേശമേൽ അപ്പവീഞ്ഞുകൾ അവശേഷിക്കുന്നു. ഇത് നമ്മളെ വിളിച്ചറിയിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. അനേകർ ഈ ദേശത്ത് കർത്താവിനെ അറിയുവാൻ, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമായി തീരുവാൻ ബാക്കിയുണ്ട്. അവരെ ഈ സത്യം അറിയിക്കേണ്ടുന്നത് നമ്മുടെ വലിയ ഉത്തരവാദിത്വമാണ്. രണ്ടാമതായത്, നമ്മുടെ കർത്താവ് ഇതുവരെയും വന്നിട്ടില്ല. അത് ഏത് സമയവുമാകാം. ഹല്ലേലൂയ. ഏത് സമയത്തായാലും കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോകാതെ ഹല്ലേലൂയ വിശ്വസ്തരായി നിൽക്കുവാൻ, നല്ലവരും വിശ്വസ്തരുമായ ദാസനെ ദാസിയെ എന്നുള്ളൊരു പേരിന് ഓഹരിക്കാരായിരിക്കാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഈ ശുശ്രൂഷ അനുഗ്രഹമാക്കി തീർത്തത് ഓർത്ത് നമുക്കൊരിക്കൽ കൂടി നന്ദി പറയാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, തിരുമേശയിൽ നിന്ന് ശുശ്രൂഷിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. കർത്താവെ, കരം നീട്ടുവാൻ കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തി. അയോഗ്യരായിരുന്നെങ്കിലും കർത്താവ് ഈ വലിയ മഹത്വമേറിയ ശുശ്രൂഷയ്ക്ക് ഞങ്ങളെ യോഗ്യരാക്കിയത് ഓർത്ത് ഞങ്ങളങ്ങനെ നന്ദിയോടെ സ്തുതിക്കുന്നു. കാൽവറിയിൽ കൂടെ ഞങ്ങളെ വീണ്ടെടുത്ത സ്നേഹത്തെ ഞങ്ങൾ ഒരിക്കൽ കൂടി ഓർക്കുന്നു. കർത്താവെ, ഞങ്ങൾ കർത്താവെ അവിടുത്തെ തിരുശരീരം, അവിടുത്തെ തിരുരക്തം ഞങ്ങളുടെ ശരീരത്തിന്, ഞങ്ങളുടെ മാംസത്തിന്, ഞങ്ങളുടെ ആത്മാവിന് കർത്താവെ സ്തോത്രം, അത് അനുഗ്രഹമായി, പുതുശക്തിയായി, പുതുജീവനായി, പുതിയ പ്രത്യാശയായി വർദ്ധിക്കുന്നതിനാൽ ഞങ്ങൾ തന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളെ മുറ്റുമായിട്ട് താഴ്ത്തുന്നു. കർത്താവെ, തിരുസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കും. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. ഞങ്ങൾക്കായി ജീവൻ വെടിഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഒരു സഭായോഗത്തിൽ നാം ആയിരിക്കുന്നു. ദൈവിക സാന്നിധ്യം അനുഭവിപ്പാൻ, കർത്താവിൻ്റെ വചനങ്ങൾ കേൾക്കുവാൻ, നന്ദിയുള്ള ഹൃദയത്തോട് ദൈവപാദപീഠത്തിലായിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. എല്ലാത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ മുന്നിലുള്ള ചില മിനിറ്റുകൾ, ഏകദേശം അരമണിക്കൂറോളമുണ്ട്. അത്രയും സമയം വചനത്തിൽ നിന്ന് ധ്യാനിക്കുവാനായിട്ട് ഞാൻ വേർതിരിക്കുകയാണ്. എൽദോ ബ്രദർ എല്ലാവർക്കും നന്ദി പറഞ്ഞു. ഞാനൊരു 2 പേർ കൂടെ നന്ദി പറയുകയാണ്. ഒന്ന്, ഐസക്ക് ബാംഗ്ലൂരിൽ ജോലിയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. ഗേറ്റ് മിനിസ്ട്രിയുടെ ഒരു അവിഭാജ്യ ഘടകമാണ് ഐസക് എന്ന് വേണമെങ്കിൽ പറയാം. അനുഗ്രഹിക്കപ്പെട്ടൊരു പൈതൽ. ദൈവം ഇവനെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തന്നെ എൻജിനീയറിംഗ് എല്ലാം കഴിഞ്ഞ് നല്ലൊരു ജോലിയിൽ താൻ ബാംഗ്ലൂരിലായിരിക്കുന്നു. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് വരാൻ ആഗ്രഹിക്കുന്നെങ്കിലും അവിടെ നിന്ന് വരാനൊന്നും പറ്റത്തില്ല. എങ്ങനെ ചാടിപ്പോരുന്നു എന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ഇന്ന് നമ്മളോടൊപ്പം ആയിരിക്കുന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുകയും ജെയിംസ് ബ്രദറിനെയും കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തു. മോനെ, ഗോഡ് ബ്ലസ് യു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ബേബി പോൾ ബ്രദറിൻ്റെ മോൻ, ഈ മോന് ചെയ്യുന്നത് ഒരു വലിയ ശുശ്രൂഷയാണ്. അവൻ്റെ മേൽ ദൈവം കൊടുത്തിരിക്കുന്ന ഒരു കൃപയാണ് അവൻ ആ ചെയ്യുന്നത്. ഹല്ലേലൂയ. എല്ലാവർക്കും പെട്ടെന്ന് പറ്റത്തില്ല. ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്, എന്നെക്കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് ഇത് ചെയ്യാൻ. ഇത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ അവൻ ചെയ്യുന്നു. അവനെ ദൈവം എല്ലാ നിലയിലും അനുഗ്രഹിക്കട്ടെ. കർത്താവിന് കൊള്ളാവുന്നവനായി നിൽക്കുവാൻ എല്ലാ നിലയിലും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ലവ്ലി സിസ്റ്ററുടെ മോളെ ഞാൻ ഓർക്കുന്നു. ദൈവങ്ങളെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. അവിടെ മേൽ പകരുന്ന ദൈവകൃപയ്ക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ലാലപ്പൻ ബ്രദറിൻ്റെ മോൾ, ഇവരൊക്കെ ദൈവനാമനിമിത്തം പ്രസിദ്ധരായിത്തീരുവാണ്. ദൈവം ഇവരെയൊക്കെ സഹായിക്കട്ടെ. ആദ്യകാലങ്ങളിൽ ഈ സിസ്റ്റേഴ്സാണ് ആക്ച്വലി ഈ സഭയ്ക്കുള്ള മുഖാന്തരങ്ങൾ ഒരുക്കിയിരുന്നത്. ലിഡിയയുടെ വീട്ടിലാണ്, ലുദിയയുടെ ഭവനത്തിലാണ് ആദ്യം ആ സഭ ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ അനേക സിസ്റ്റേഴ്സ്, നമുക്കറിയാം തിരുവചനത്തിൽ നിന്ന് അപ്പിയയുടെ വീട്ടിലാണ് കൊലോസിയിലെ സഭ ആരംഭിക്കുന്നത്. അപ്പിയാണ് കൊലോസിയിലെ സഭ ആരംഭിക്കുന്ന അവരുടെ ഭവനത്തിലാണ്. അതുപോലെ തന്നെ പ്രിസ്കില്ല, പലര് അതുപോലുണ്ട്. ഈ സഹോദരിമാരുടെയൊക്കെ ഭവനത്തിൽ ആരംഭിച്ച സഭകളാണ് പിന്നീട് യൂറോപ്പ് മുഴുവനും നിറയുവാനായിട്ട് ഇടയായിത്തീർന്നത്. ഈ യങ്സ്റ്റേഴ്സിന് ഇവരെയൊക്കെ കർത്താവ് സഹായിക്കട്ടെ. ഈ യങ് ബോയ്സിനെ ഒക്കെ കർത്താവിൻ്റെ നാമനിമിത്തം ശക്തന്മാരായി തീരുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ചില ദിവസങ്ങളായിരുന്നു ഞങ്ങൾക്ക് ലഭിച്ചത്. 3 ആഴ്ച ഒന്നിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചു. ഒന്നിച്ച് നിങ്ങളോട് ഒപ്പമായിരിക്കാൻ കോട്ടയത്തെ ചർച്ചിൽ ഞങ്ങളായിരിക്കുമ്പോഴാണ് ശരിക്കും ഞങ്ങൾക്കൊരു ആത്മീയമായിട്ടുള്ള നിറവുണ്ടാകുന്നത്. നമ്മൾ യൂട്യൂബിൽ കൂടെയും മറ്റ് രീതികളിൽ കൂടെയും ഒക്കെ ലോകത്തോട് ഈ സുവിശേഷം അറിയിക്കുന്നു. എന്നാലാവോളം ഞാനത് ചെയ്യുന്നു. എൽദോ ബ്രദർ തന്നാലാവോളം ഈ സുവിശേഷം ലോകത്തെ അറിയിക്കുന്നു. ന്യൂസിലാൻഡിൽ നിന്ന് ഞങ്ങളെ ആൾക്കാർ വിളിക്കാറുണ്ട്, ഓസ്ട്രേലിയയിൽ നിന്ന് വിളിക്കാറുണ്ട്, അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നും എല്ലായിടത്തുനിന്നും ആൾക്കാർ ഞങ്ങളെ വിളിക്കാറുണ്ട്. ഉലകത്തിൽ മുഴുവനും ഞങ്ങൾ ഈ സത്യസുവിശേഷം അറിയിക്കുന്നു. എന്നിരുന്നാലും നമ്മുടെ ഈ സഭയിൽ വന്ന് ഈ ഒരു ബന്ധത്തിൽ, ഈ ഒരു ആത്മീയ ബന്ധത്തിൽ, ഈ ഒരു കൂട്ടായ്മയിലായിരിക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും ഒരു നിറവ് കിട്ടുന്നത്. ഹല്ലേലൂയ. ഞാൻ ഓർക്കാറുണ്ട്, ഈ പെട്രോൾ ടാങ്കർ ലോറി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഭയങ്കര ടാങ്കറാണ്, ഭയങ്കര എത്രയോ
ഗാലൻ ലിറ്റേഴ്സ് പെട്രോൾ കയറുന്ന ടാങ്കർ ലോറിയാണ്. ആ ലോറി നിറച്ച് പെട്രോളാണ്. ഇവിടുന്ന് ഏകദേശം അങ്ങേ അറ്റം വരെ കാണും. അതുപോലെ അത്രയും വലിയ ടാങ്കറാണ്. അത് നിറയെ പെട്രോളുമായിട്ടാണ് അത് പോകുന്നത്, അല്ലെങ്കിൽ ഡീസലുമായിട്ടാണ് അത് പോകുന്നത്. എന്നിരുന്നാലും ആ പെട്രോൾ ടാങ്കറുമായിട്ട് ആ ലോറി പോകണമെന്നുണ്ടെങ്കിൽ ആ ലോറിക്ക് ഒരു ചെറിയൊരു പെട്ടി മാതിരി വേറൊരു ടാങ്ക് അതിനുണ്ട്. അതിന് പെട്രോൾ അടിച്ചാലേ അത് ഓടത്തുള്ളൂ. ലോഡ് ചെയ്തിരിക്കുന്നത് മുഴുവൻ വലിയ പെട്രോൾ ടാങ്ക് ആണെങ്കിലും ഉലകത്തിന് മുഴുവൻ കൊടുക്കാനുള്ള പെട്രോൾ കയ്യിലുണ്ടെങ്കിലും ആ വണ്ടി ഓടണമെങ്കിൽ അതിന് കുറച്ച് പെട്രോൾ അടിക്കണം. അതേതെങ്കിലും പെട്രോൾ പമ്പിൽ പോയി നിന്നിട്ട് അതിനൊരു ചെറിയ ടാങ്ക് ഉണ്ട്, അതിനടിക്കണം. അത്രയും ടാങ്കാണ് ഇത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ ആത്മീയമായി ബലപ്പെടുത്തുന്ന ആ ദൈവിക കൂട്ടായ്മയ്ക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ കുടുംബം ഷെബി, ഋതു, ആശിഷ് എല്ലാവരും കടന്നു വരുവാനായിട്ടിടയായി. ഇവരൊക്കെ യാതൊരു മടിയും പറയാതാണ് നാട്ടിലേക്ക് പോരുന്നത്. എൻ്റെ എല്ലാ ഉദ്ദേശം ബേസിക്കലി ഈ ഒരു ആരാധന നമുക്ക് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുവാനും സന്തോഷിക്കുവാനും, ഇനിയുള്ള അവധി കിട്ടുമ്പോഴൊക്കെ അവർ വരാമെന്ന് ഏറ്റിരിക്കുകയാണ്. ദൈവത്തെ ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവം തന്നിരിക്കുന്ന എല്ലാ നല്ല അനുഭവങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അനേകർക്ക് ഞാൻ നന്ദി പറയാറുണ്ട്. നിങ്ങളെല്ലാവരെയും പേഴ്സണലായിട്ട് ഹഗ് ചെയ്ത് വിശുദ്ധ ചുംബനം തന്ന് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഒരു ചെറിയ ചിന്തയിലേക്ക് നമ്മൾ വരികയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ചെങ്കിലും അന്നതിന് സമയം ലഭിച്ചില്ല. മുൻ നിയമനം, പ്രീ ഡെസ്റ്റിനേഷൻ എന്നൊരു ചിന്തയാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. മുൻ നിയമനം എന്ന് പറയുന്ന ഒരു വലിയ വിഷയമാണ്. എൽദു ബ്രദർ അതിൻ്റെ പല വശങ്ങളും പറഞ്ഞിട്ടുണ്ട്. തേജസ്കരണം മാതിരിയുള്ള ഭാഗങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യത്വം, കർത്താവ് ദാസനായിട്ട് ലോകത്തിലേക്ക് വന്നതിനെക്കുറിച്ചൊക്കെ, അതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ചിന്തകളാണ്. മുൻ നിയമനം എന്നുള്ള ഒരു പോർഷൻ മാത്രം അല്പമായിട്ടൊന്ന് തൊട്ട് ആ ഒരു ചിന്ത ഒന്ന് ഉണർത്തി പ്രാർത്ഥിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ശ്രദ്ധിച്ച് കേട്ടിരുന്നാട്ട്. ജനം പൊതുവെ ക്രിസ്ത്യാനികളും മറ്റുള്ള ജനങ്ങളൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവം എന്തൊക്കെയോ മുന്നമേ പ്ലാൻ ചെയ്ത് വിട്ടിരിക്കുന്നു. അതിനെ നമ്മൾ തലേവിധി എന്ന് പറയും, അല്ലെങ്കിൽ തലേ വരയെന്ന് പറയും. എൻ്റെ തലയിൽ വരച്ചു വിട്ടിരിക്കുന്നു, അത് കാരണം ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ചിലരൊക്കെ പറയാറുണ്ട് എൻ്റെ സ്വഭാവം അങ്ങനെ, എന്നെ അങ്ങനെയാണ് ദൈവം വരച്ചു വിട്ടിരിക്കുന്നത്, ഇപ്പം ഞാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചിലർ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഈവൻ നമ്മുടെ വിശ്വാസത്തിലുള്ളവർ, എനിക്ക് തോന്നുന്നില്ല ഗ്രേസ് വിശ്വാസത്തിലുള്ളവർ, ഈ ന്യൂ ജനറേഷൻ അല്ലെന്നുണ്ടെങ്കിൽ അതുപോലുള്ള ആത്മീകരെന്ന് അവകാശപ്പെടുന്നവരൊക്കെ എല്ലാം പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. തലേ വരച്ചു വിട്ടിരിക്കുന്നത്, നമ്മളെ പ്രീ ഡെസ്റ്റിനേറ്റഡ് ആണ്, നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നു എന്നൊരു ചിന്ത. ആ മുൻ നിയമനം എന്ന് പറയുന്നത് ദൈവം ഒരിക്കലും ഒരു മനുഷ്യൻ പോലും നഷ്ടപ്പെട്ടു പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. എല്ലാവരെയും ഞാൻ കഴിഞ്ഞ വട്ടം ഓർപ്പിച്ചതാണ്. 99 വിട്ട് കളഞ്ഞിട്ട്, ഓൾറെഡി കയ്യിലുള്ള 99 വിട്ടിട്ട് ആ കാണാതെ പോയ ഒന്നിനെ തേടിപ്പോകുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഒരു മനുഷ്യന് പോലും ഇതിൽ വേണ്ട അല്ലെന്നുണ്ടെങ്കിൽ ഇതിൽ വരരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. തിമോത്തിയോസിന് എഴുതി 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യം, 1 തിമോത്തി 2-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം. അവിടെ പറയുകയാണ്, ദൈവം സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുവാനും ഇച്ഛിക്കുന്നു. ദൈവം അവൻ സകല മനുഷ്യരും, അവൻ എന്നൊക്കെ പറയുന്നത് ദൈവമാണ്. ദൈവം സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാൻ, ഒരു മനുഷ്യർ പോലും രക്ഷിക്കപ്പെടാതെ പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. അത് നമ്മളിൽ വന്നു പോകുന്ന കുറവ് കാരണം നാം തെറ്റിപ്പോകുന്നതാണ്. ദൈവത്തിന് ആഗ്രഹമില്ല. ദൈവം ആഗ്രഹിക്കുന്നത് സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ. എങ്ങനെ? ആ സത്യം നമ്മൾ മനസ്സിലാക്കണം, അതിൻ്റെ പരിജ്ഞാനം നമുക്കുണ്ടായിരിക്കണം. ആ പരിജ്ഞാനത്തിൽ നമ്മൾ എത്തണമെന്നും ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ കൂടെ കട്ടയ്ക്ക് കട്ട നിൽക്കുന്ന വേറൊരു ശക്തിയുണ്ട്. അവൻ നമ്മളെ സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ ഒരു മനുഷ്യർ പോലും എത്തണമെന്ന് അവൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സത്യം അറിയാതെ നമ്മുടെ കണ്ണ് മൂടിക്കെട്ടി നമ്മളെ വളച്ച് മാറ്റി ഇതിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുക. ഇന്ന് അനേക സഭകളുണ്ട്. ഞാൻ വളരെ ദുഃഖത്തോട് പറയും, അതെല്ലാം ഡെഡ് ചർച്ചസ് ആയിട്ട് നിൽക്കുക. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം പൗലോസ് അപ്പോസ്തലനിലൂടെ അറിയിച്ച ആ മിസ്റ്ററി ആ സഭയ്ക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഡിസ്ഫങ്ഷണൽ ചർച്ച്. ഒരു ഫങ്ഷൻ ഇല്ലാത്ത ചർച്ച. കുറേ ആൾക്കാരിരിപ്പുണ്ട്, കുറേ ആൾക്കൂട്ടമുണ്ട്, പക്ഷെ എന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ നീതി എന്താണെന്ന് ചർച്ചിന് അറിയത്തേ ഇല്ല. ഈ കഴിഞ്ഞിടയ്ക്ക് എൻ്റെ പല എപ്പിസോഡുകളും ഒരു ഗ്രൂപ്പിൽ, ഒരു 300 പേരോളമുള്ള ഗ്രൂപ്പിൽ ഡിസ്കഷൻ എടുത്തു. അതിലെ മെയിൻ സ്കോളറായിരിക്കുന്ന പാസ്റ്ററിന് അറിയത്തില്ല എന്താണ് നമ്മുടെ ഗ്രേറ്റ് കമ്മീഷൻ എന്ന്. നമ്മൾ പറയുന്ന ഗ്രേറ്റ് കമ്മീഷൻ എന്താണെന്നേ അറിയത്തില്ല. കൊരിന്ത് ലേഖനത്തിൽ പറയുന്ന ദൈവം മനുഷ്യൻ്റെ ലോകത്തിൻ്റെ പാപങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിലൂടെ തന്നോട് നിരപ്പിച്ചു പോന്നു. ആ നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു.
അത് ക്രിസ്തുവിൻ്റെ അംബാസഡേഴ്സായി ലോകത്തെ അറിയിക്കുവാൻ ദൈവം ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള ആ ഗ്രേറ്റ് കമ്മീഷൻ എന്താണെന്ന് ആ ഗ്രൂപ്പിലുള്ള ഏറ്റവും വലിയ സ്കോളർ ആയിരിക്കുന്ന പാസ്റ്റർക്ക് അറിയത്തില്ല. അതുപോലെ അനേകർക്ക് ഈ ഒരു സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലേക്ക് എത്തിയില്ല എന്നുണ്ടെങ്കിൽ ആ സഭ ഒരു ഡെഡ് ചർച്ചാണ്. കുറേ ഡെഡ് ബോഡികൾ ഇരിപ്പുണ്ടെന്നുള്ളതല്ലാതെ അതൊരു ഡിസ്ഫങ്ഷണൽ ചർച്ചാണ്. ഈ മിസ്റ്ററി അറിയത്തില്ല എന്നുണ്ടെങ്കിൽ, പൗലോസ് അപ്പോസ്തലനിലൂടെ ദൈവം അറിയിച്ചിരിക്കുന്ന ഈ മർമ്മം എന്താണെന്ന് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ കുറേ ആളിനെ കൂട്ടിയിട്ട് ഒരർത്ഥവുമില്ല. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലനോട് പറയുന്നത്, അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. ഇവർ ഒരു വിധത്തിലും ഈ പരിജ്ഞാനത്തിൽ എത്തരുത് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ശക്തി അവൻ്റെ കൂട്ടത്തിലുണ്ട് എന്നുള്ളൊരു സത്യം നിങ്ങൾ മറന്നു പോകല്ല. അവന് ഏറ്റവും വലിയൊരു അബദ്ധം പറ്റിയിട്ടിരിക്കുക. അതെന്താ? കാൽവറി ക്രൂശിൽ അവൻ ചെയ്തത് അവന് പറ്റിയ ഏറ്റവും വലിയൊരു അപജയം അല്ലെങ്കിൽ പരാജയം അല്ലെങ്കിൽ അബദ്ധമാണ് സാത്താനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് അടുത്തൊരു പരാജയം കൂടെ ഏറ്റുവാങ്ങാൻ അവൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഈ സത്യം ഒരു മനുഷ്യരും അറിയരുത് എന്ന് അവൻ ആഗ്രഹിച്ച് അവൻ ഇതിൻ്റെ കൂടെ കട്ടയ്ക്ക് കട്ട നിപ്പുണ്ട്. ഹല്ലേലൂയ. മനസ്സിലാക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മുൻ നിയമനം എന്നൊരു വിഷയമാണ് ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്താ മുൻ നിയമനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാം വിചാരിച്ചിരിക്കുന്നത് ദൈവം ആരെയൊക്കെയോ മുൻ നിയമിച്ചു വെച്ചിരിക്കുന്നു. അങ്ങനൊരു പ്രശ്നമേ, അങ്ങനൊരു സംഗതിയേ ഇല്ല. ദൈവത്തിന് ഒരു മനുഷ്യർ പോലും നഷ്ടപ്പെട്ടു പോകലെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മുൻ നിയമനം എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ, ഈ വാതിലിൻ്റെ പുറത്ത് ഇതിൻ്റെ വെളിയിൽ എഴുതി വെച്ചിരിക്കുക, ഏവർക്കും സ്വാഗതം, ദൈവിക സാന്നിധ്യത്തിലേക്ക് കടന്നു വരാം, ഏവർക്കും സ്വാഗതം എന്ന് എഴുതി വെച്ചിരിക്കുക. അതുവഴി ഒത്തിരി പേര് പോകുന്നുണ്ട്, അത് ഒത്തിരി പേര് വായിക്കുന്നുണ്ട്, എല്ലാവരും ഒന്നും കടന്നു വരുന്നില്ല. ഈ വാതിൽ കടന്ന് അകത്ത് കയറിയപ്പോൾ ഇവിടെയും എഴുതി വെച്ചിരിക്കുക, ഏവർക്കും സ്വാഗതം, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഏവർക്കും സ്വാഗതം എന്ന് ഇവിടെയും എഴുതി വെച്ചിരിക്കുക. ആ വാതിക്കൽ നിന്ന് കണ്ട് അതും വായിച്ചിട്ട് അകത്ത് കയറി ഇങ്ങനെ കയറി നിൽക്കുക. കയറി നിന്ന് കഴിഞ്ഞപ്പോൾ തിരിഞ്ഞു നോക്കി, അങ്ങോട്ട് പുറമോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ആ ഭിത്തിയിൽ എഴുതിയിട്ടുണ്ട്, മുൻ നിയമിച്ചിരിക്കുന്നു, നിന്നെ മുൻ നിയമിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുക. മനസ്സിലാവോ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്നറിയാമോ? നമ്മളെ എല്ലാവരെയും മുൻ നിയമിച്ചിരിക്കുന്നവരാണ്. അത് സ്വീകരിച്ച് അത് കണ്ട് മനസ്സിലാക്കി ഇതിനകത്ത് കയറി വന്നു കഴിഞ്ഞിട്ട് പുറമോട്ട് തിരിഞ്ഞു നോക്കിയാൽ എഴുതിയിട്ടുണ്ട്, യു ഹാവ് ബീൻ പ്രീ ഡെസ്റ്റിനേറ്റഡ്, നിന്നെ മുൻ നിയമിച്ചിരുന്നു എന്ന്. അത് ദൈവം ആരെ മുൻ നിയമിച്ചിരുന്നല്ല, നമ്മുടെ ഇഷ്ടമാണ്. നാം അത് മനസ്സിലാക്കി അകത്ത് വന്നതുകൊണ്ട് എല്ലാവരെയും മുൻ നിയമിക്കപ്പെട്ടിരുന്നവരാണ്. നാം ഇതിനകത്ത് വന്നതുകൊണ്ട് നാം പുറമോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ മനസ്സിലായി എന്നെ മുൻ നിയമിച്ചിരുന്നു എന്ന്. അത് ഇത്ര പേരേതൊന്നുമില്ല, എല്ലാവർക്കും സ്വാഗതമെന്നായി എഴുതി വെച്ചിരിക്കുന്നത്. വരാതെ പോയവരുടെ കുഴപ്പമല്ല, ദൈവത്തിൻ്റെ കുഴപ്പമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ എന്തുകൊണ്ട് മുൻ നിയമിച്ചിരിക്കുന്നു എന്ന് ജനം ചിന്തിക്കാൻ ഒരു കാരണമുണ്ട്. ആ കാരണം ഞാനൊന്ന് പ്രൊജക്റ്റ് ചെയ്യാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങളൊന്ന് വായിച്ചു കഴിഞ്ഞാൽ ഞാനത് പെട്ടെന്ന് പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം. ഇവിടെ എഫേസ്യ ലേഖനം, അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങൾ. യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനെ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുന്നിലേക്കുകയും ചെയ്തുവല്ലോ. ഇതാണ് മലയാളം ബൈബിളിന്റെ വേറൊരു പ്രശ്നം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അറിയേണ്ട വാക്കുകളൊക്കെ ഭയങ്കരമായിട്ട് തിരിച്ചും മറിച്ച് ഭയങ്കര വാക്കുകളൊക്കെ ചേർത്ത് അതിനെ ഒരു സാധാരണക്കാരന് വായിച്ചാൽ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ഒരു പിടിയും കിട്ടത്തില്ല, തലയ്ക്ക് മേലെ കൂടെ അങ്ങ് പോകും. ഇവിടെ വായിച്ചിരിക്കുന്നത്, തിരുഹിതത്തിന്റെ പ്രസാദ പ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല, എന്നാൽ ഞാൻ ചുരുക്കമായിട്ട് അങ്ങ് പറയാം. നമ്മെ ദത്തെടുത്തിരിക്കുക, അതിന് നമ്മെ ദത്തെടുക്കേണ്ടതിന് ദൈവത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിച്ചിരിക്കുക. ഇങ്ങനെയൊക്കെ ഒരു വാക്യം വന്നതുകൊണ്ട് നമ്മെ ദത്തെടുക്കാനായിട്ട് ദൈവം മുൻ നിയമിച്ചിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേന് ചിലരൊക്കെ മനസ്സിലങ്ങ് വിചാരിക്കും, ഓക്കെ, ദൈവം ദത്തെടുത്തേക്കുന്നവരുണ്ട്, ചിലരെ മുൻ നിയമിച്ചിരിക്കുന്നു എന്നൊക്കെ ഇവിടെ പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് മുൻ നിയമനം, പ്രീ ഡെസ്റ്റിനേഷൻ എന്നൊരു കാര്യമുണ്ട് എന്നൊക്കെ മനസ്സിലങ്ങ് വിചാരിച്ചിരിക്കുകയാണ്. ഓൾറെഡി അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു, അപ്പോഴാണ് ഇങ്ങനൊരു വാക്യം കൂടെ കാണുന്നത്. അപ്പോഴത്തേന് ചിലരെയൊക്കെ മുൻ നിയമിച്ചിരിക്കുന്നു എന്നങ്ങ് വിശ്വസിച്ചിരിക്കുക. എന്താ ഈ മുൻ നിയമനം, അല്ലെങ്കിൽ എന്താ ഈ ദത്തെടുക്കുക എന്ന് പറഞ്ഞാൽ അറിയാം, അഡോപ്ഷൻ എന്ന് പറഞ്ഞ അഡോപ്റ്റ് ചെയ്യുക. എന്താ ദത്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കുഞ്ഞിനെ അതിൻ്റെ മാതാപിതാക്കളല്ലാത്തവരാരെങ്കിലും അതിനെ ലീഗലി എടുത്തിട്ട് അവരുടെ പേരിൽ ആ കുഞ്ഞിനെ രജിസ്റ്റർ ചെയ്യുക, ലീഗലി അവരുടേതാക്കി മാറ്റുക, അതിനെയാണ് ദത്തെടുക്കുക അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ആക്ച്വലി അവരുടേതല്ല,
പിന്നെ അവർ ലീഗലി അഡോപ്റ്റ് ചെയ്തിരിക്കുക, അങ്ങനെ അവരുടേതാക്കി മാറ്റിയിരിക്കുക. അങ്ങനെ ദൈവം കർത്താവായ യേശു ക്രിസ്തു നമ്മെ ക്രിസ്തുവിൽ ദത്തെടുത്തിരിക്കുക, നമ്മെ തിരഞ്ഞെടുത്തിരിക്കുക, നമ്മെ ദത്തെടുത്തിരിക്കുക. ഇവിടെ ആ ദത്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പുത്രത്വം നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ്. ദത്തെടുക്കുക എന്ന് പറയുന്നത് പുത്രത്വം നമുക്ക് ലഭിക്കുക. എന്താ അഡോപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒന്ന് അല്പം കൂടെ മനസ്സിലാക്കണമെന്നുള്ള ഒരു വാക്യം കൂടെ ഒന്ന് വായിക്കണം. ആ വാക്യത്തിൽ ആ ഒരു പുത്രത്വം എന്താണ്, അഡോപ്ഷൻ എന്ന് പറയുന്ന സംഗതി എന്താണെന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ നമുക്കത് കൂടുതൽ മനസ്സിലാവും. റോമർ എഴുതിയ ലേഖനം 8-ാം അധ്യായം 23-ാമത്തെ വാക്യം. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ എന്താണ് അഡോപ്ഷൻ, എങ്ങനെയാണ് ഈ പുത്രത്വം, ഈ ദത്തെടുക്കുക എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ പറയുന്നത് ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന നാമം. അതെന്താ ആത്മാവെന്ന ആദ്യ ദാനം? അത് ആദ്യമേ നമുക്ക് ലഭിക്കുന്ന ദാനമാണ്. എപ്പോൾ? നാം രക്ഷിക്കപ്പെടുമ്പോൾ നമ്മെ പരിശുദ്ധ ആത്മാവിനാൽ മുദ്രയിടുക. The moment you trust in the death, burial and resurrection of Jesus Christ, you are being sealed by the Holy Spirit. പരിശുദ്ധ ആത്മാവിനാൽ നമ്മളെ മുദ്രയിടുക. ആ മുദ്രയിട്ടിരിക്കുന്നത് നമുക്ക് ആത്മാവെന്ന ആദ്യ ദാനം. അത് അച്ചാരമാണ്. എന്താ അച്ചാരം? അഡ്വാൻസ്, ഡൗൺ പേയ്മെന്റ് എന്ന് പറയും. നാം ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ കൺഫർമേഷനാണ്. പരിശുദ്ധ ആത്മാവിനാൽ നമ്മളെ മുദ്രയിട്ടിരിക്കുക. ആ മുദ്ര പൊട്ടിച്ച് പിന്നെ നമുക്ക് ഈ എങ്ങും പോകാൻ പറ്റത്തില്ല. നമ്മളെ ആ മുദ്രയിൽ നിന്ന് ആർക്കും വീഴിച്ച് കളയാൻ പറ്റത്തില്ല. യു ആർ സീൽഡ് ബൈ ദ ലോർഡ് ഹോളി സ്പിരിറ്റ്. ഇവിടെ ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വം. കണ്ടില്ലേ? ഈ പുത്രത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ്. ഈ ശരീരത്തിനൊരു റിഡംഷൻ ഉണ്ടാകണം. ആ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് ഉണ്ടാകുന്നത് എപ്പോഴാണ്? റാപ്ചറില്ല, സഭ ഇവിടുന്ന് ചേർക്കപ്പെടുമ്പോഴാണ്. ഹല്ലേലൂയ. മരിച്ചവർ മുന്നമേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ മണ്ണാങ്കട്ടയുമായിട്ട് നമുക്ക് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റത്തില്ല. നമുക്ക് സ്വർഗത്തിൽ ജീവിക്കാനുള്ള ബോഡി അല്ല ഇത്. വെള്ളത്തിൽ വസിക്കുന്നതിന് മത്സ്യങ്ങളുടെ മാംസം വേറെ, ആകാശത്ത് പറക്കുന്ന പക്ഷികളുടെ മാംസം വേറെ, സൂര്യൻ്റെ തേജസ് വേറെ, ചന്ദ്രൻ്റെ തേജസ് വേറെ. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ആ ഒരു സ്ഥലത്തും ആ ഒരു രീതിയിലുമാണ് ദൈവനെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ഒരു സ്വർഗീയ ശരീരം ലഭിക്കും. ഈ ഭൗമ ശരീരം കൊണ്ട് നമുക്ക് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റത്തില്ല. നാം നിത്യം സ്വർഗത്തിൽ വസിക്കാനുള്ളവരാണ്. അതുകൊണ്ട് നമുക്കൊരു സ്വർഗീയ ശരീരം ദൈവം തരും. അത് ആ പാട്ടുകാരനും ഈ ഇടയ്ക്കൊക്കെ നമ്മൾ വളരെ പോപ്പുലർ ആയിരിക്കുന്ന ഒരു പാട്ടാണ്, സ്വർഗീയ ശില്പിയേ. മനസ്സിലായോ? ആ പാട്ട് നമുക്കറിയാം. ആ ഒരു സ്വർഗീയ ശരീരം നമുക്ക് ലഭിക്കുമെന്നുള്ള ആ ഒരു പാട്ട് മനസ്സിലായോ? അതായത് ഈ ശരീരത്തിൽ നിന്നും നമ്മളെ കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ, സഭ ഇവിടുന്ന് റാപ്ചേർഡ് ഔട്ട് ആകുമ്പോൾ നമുക്ക് പുതിയൊരു ശരീരം ലഭിക്കും. എങ്ങനത്തെ ശരീരമാണെന്നറിയാമോ? വിൺമയമായ ഒരു ശരീരം നമുക്ക് ലഭിക്കും. സ്വർഗത്തിൽ ജീവിക്കാനുള്ള, എന്നേക്കും സ്വർഗത്തിൽ വസിക്കാനുള്ള ഒരു ശരീരം. അതിൽ ദൂതന്മാരൊന്നുമല്ല വസിക്കുന്നത്, നമ്മൾ തന്നെയാണ്. ഒരു പ്രത്യേക ശരീരം. ഇപ്പം നമുക്ക് ഈ ശരീരം ഇങ്ങനെ ലഭിച്ചിരിക്കുന്നുണ്ട്. ഇത് നമുക്ക് അറിയാവുന്നത് കൊണ്ട് നമുക്കറിയാം ഇത് നമ്മുടെ ശരീരമാണ്. ഇതുപോലത്തെ ഒരു ഐഡന്റിറ്റി ദൈവം നമുക്ക് തരാൻ പോകുന്ന ഒരു സ്വർഗീയ ശരീരം നമുക്ക് ലഭിക്കും. അതിൽ ആയിരിക്കാൻ പോകുന്നത് ഏതെങ്കിലും ദൂതന്മാരൊന്നുമല്ല, നമ്മൾ തന്നെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കർത്താവിൻ്റെ വീണ്ടെടുപ്പ് നാളിൽ നമുക്ക് ലഭിക്കുന്ന ഒരു ശരീരമുണ്ട്. അതൊരു സ്വർഗീയ ശരീരം. അതിലേക്ക് നമ്മളെ ആക്കുക. നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഈ ശരീരം പോയി നമുക്ക് വേറൊരു സ്വർഗീയ ശരീരം ലഭിക്കുന്നതിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് ഭയങ്കര ഒരു കഷ്ടവുമില്ലാത്ത, ഒരു പ്രയാസങ്ങളും ഇല്ലാത്ത അനുഗ്രഹീതമായ ഒരു ഭയങ്കര സ്വർഗീയ ശരീരം നമുക്ക് തരിക. നമ്മൾ ഇതിനകത്തിൽ നിന്ന് എടുത്ത് അതിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യുക. പിന്നെ അതിൽ നമ്മൾ നിത്യം വസിക്കാൻ പോവുകയാണ്. നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് നമ്മുടെ ഈ ശരീരം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ശരീരത്തിൻ്റെ ഒന്നും ഒരു ആവശ്യമേ ഇല്ല. നമ്മളെ ആക്ച്വലി ഈ മണ്ണാങ്കട്ടയ്ക്ക് അകത്താണ് ദൈവം വെച്ചിരിക്കുന്നത്. ഇതൊരു ടെമ്പററി കൂടാരമായ ഈ ഭൗമഭവനം ഇത് അഴിഞ്ഞു പോകും. നിത്യമായ ഒരു സ്വർഗീയ ഭവനം ദൈവം നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരുക്കുന്നുണ്ട്. നാം അതിൽ നിത്യം വസിക്കാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഈ ടെമ്പററി ഇവിടുത്തെ കാര്യങ്ങളോ ഇവിടുത്തെ പ്രശ്നങ്ങളോ ഒന്നും ഒരു വിഷയമായിട്ടേ എടുക്കല്ല. ഇവിടുത്തെ ഒന്നും ഒരു പ്രശ്നവുമല്ല. അതുകൊണ്ട് പോൾ പറയുന്നത് നൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ കർത്താവിനെ ക്രോശിക്കുമ്പോൾ, കർത്താവിനെ അടിക്കുമ്പോൾ അതൊക്കെ കർത്താവിനൊരു വിഷയമായിരുന്നു? അല്ല. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നാം കാണുന്ന പ്രശ്നങ്ങളെല്ലാം നൊടി നേരത്തേക്കാണ്. നൊടി നേരത്തേക്കുള്ള ലഘു കഷ്ടങ്ങൾ. മനസ്സിലായോ? നിത്യ തേജസ്സിൻ്റെ കനം ഓർക്കുമ്പോൾ നമ്മൾ അതിലായിരിക്കാൻ പോവുക.
ഇതുകൊണ്ടാണ് ഈ സഭയിൽ ഒരു വ്യവഹാരം ഒരു ആർഗ്യുമെൻ്റൊക്കെ ഉണ്ടാകുമ്പോഴത്തേന് അവർ ആ കേസ് തീർക്കാനായിട്ട് ന്യായാധിപൻ്റെയൊക്കെ അടുക്കൽ പോകുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ അവരോട് ചോദിക്കുന്നത്, കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം വായിച്ചാൽ നിങ്ങൾക്ക് കാണാം, നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ നിങ്ങളുടെ ഇടയിൽ ഒരു ന്യായാധിപനായിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞു തീർക്കാൻ ഒരാളില്ലേ എന്ന് ചോദിക്കുക. നിങ്ങൾ നാളെ നരകത്തിൽ പോയി നരകയാതന അനുഭവിക്കാൻ പോകുന്ന ഒരാളുടെ മുന്നിൽ പോയി കൈയും കെട്ടി നിൽക്കുക നിങ്ങളുടെ പ്രശ്നത്തിന് തീർപ്പ് കൽപ്പിക്കാൻ. നിങ്ങൾ ദൂതന്മാരെ വാഴുന്ന ലെവലിൽ സ്വർഗത്തിലായിരിക്കാൻ പോവുക. അഖിലാണ്ടത്തെ വാഴുന്ന പവറാണ് ദൈവം നിങ്ങൾക്ക് തരാൻ പോകുന്നത്. നിങ്ങളുടെ ആ പവർ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് ചോദിക്കുക. നാളെ മരിച്ച് പുഴുവരിച്ച് നരകത്തിൽ പോയി നിന്നെ നോക്കി കരഞ്ഞുകൊണ്ട് നരകത്തിലായിരിക്കാൻ പോകുന്ന ഒരു മനുഷ്യൻ മുന്നേ പോയി നിങ്ങളുടെ സഭയിലെ പ്രശ്നങ്ങൾ തീർക്കാൻ കൈയും കൂപ്പി നിൽക്കുക. നിങ്ങളുടെ ഇടയിൽ ഈ കാര്യങ്ങൾ മനസ്സിലാകുന്നവരാരും ഇല്ലേ എന്ന് പോൾ ചോദിക്കുക. ദൂതന്മാരെ നിങ്ങൾ വാഴുന്ന ലെവലിലേക്ക്, ആ ഒരു അവസ്ഥയിലേക്കാണ് ദൈവം നിങ്ങളെ ആക്കുവാനായിട്ട് പോകുന്നത്. പരിശുദ്ധ ആത്മാവിനാൽ ദൈവം നമ്മളെ മുദ്രയിട്ടിരിക്കുക. ആദ്യ ദാനമെന്ന ആ ദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വം. നമ്മുടെ ഈ ശരീരത്തിൻ്റെ ആ റിഡംഷനെയാണ് പുത്രത്വം എന്ന് പറയുന്നത്. ആക്ച്വലി ഈ അഡോപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ശരീരം മാറി ആ ഒരു സ്വർഗീയ ശരീരം നമുക്ക് ലഭിച്ച് ആ പുത്രത്വം ലഭിക്കുന്നതിനെയാണ് ആക്ച്വലി ഈ അഡോപ്ഷൻ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മളെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സുവിശേഷത്തിന് വേണ്ടിയിട്ട് നമ്മളെ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നു, നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നു എന്നല്ല. ആ മുൻ നിയമനം എന്തിനായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ പുത്രത്വത്തിന് വേണ്ടിയിട്ടാണ്. ആ പുത്രത്വം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ശരീരം മാറി ആ സ്വർഗീയ ശരീരം ലഭിക്കുന്നതിനെയാണ് ആ പുത്രത്വം എന്ന് പറയുന്നത്. അതെന്നാ നടക്കുന്നത്? അത് റാപ്ചറിലാണ് നടക്കുന്നത്. ഈ സഭ ഇവിടുന്ന് ചേർക്കപ്പെടുമ്പോഴാണ് ആ പുത്രത്വം ആ ഒരു ഇതുണ്ടാകുന്നത്, ആ നമ്മുടെ ശരീരം മാറുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ശരീരത്തെ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റാത്തത്? കാര്യം ഇത് പാപപങ്കിലമായ ശരീരമാണ്. ഈ ശരീരത്തോട് നമ്മളെ അങ്ങ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നാം സ്വർഗം മുഴുവനും പാപമാക്കും. ഒരു ദിവസം കൊണ്ട് തന്നെ സ്വർഗത്തെ നമ്മൾ പാപപങ്കിലമാക്കും. ഈ ശരീരം നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാനായിട്ട് തന്നിരിക്കുന്നത്. ഇതിലാണ് ദൈവം നമ്മളെ വെച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് നമ്മളെ വേർതിരിക്കും. ഈ തെസ്സലോനിക്ക ലേഖനത്തിലൊക്കെ പറയുന്ന ആ ഭാഗത്തിൽ അതിൻ്റെ 17-ാമത്തെ വാക്യം 1 തെസ്സലോനിക്കർ 4:17 പറയുന്നത്, പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും കർത്താവിൻ്റെ കാഹളത്തെങ്കിൽ. അത് പറഞ്ഞിട്ട് 17-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം ആകാശത്തിൽ 17-ാമത്തെ വാക്കൊന്ന് പ്രൊജക്റ്റ് ചെയ്തവനെ. ആകാശത്തിൽ എവിടെ? ആകാശത്തിൽ മേഘങ്ങളിൽ ചേർക്കപ്പെടും. അത് എന്തോ സംഗതി എന്നറിയാമോ? പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ. ഒത്തിരി പേർക്ക് ഇത് ഇന്നും ക്ലിയർ അല്ല. അവരാരും പറയുന്ന ആകാശത്തിൽ ഒരു ചേർപ്പില്ല, ഭൂമിയിൽ വരിക. കർത്താവ് ഒലിവ് മലയിൽ വന്ന് കാല് ചവിട്ടുമ്പോൾ ഇവിടെ ചേർക്കുന്ന കാര്യമല്ല ഈ പറയുന്നത്. ഈ പറയുന്നത് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം വിശുദ്ധന്മാര് കർത്താവിനെ ചേർപ്പാൻ, കർത്താവിനെ എതിരേൽപ്പാൻ ആകാശത്തിൽ. അതെവിടാ? അത് മധ്യാകാശത്തിൽ, മേഘങ്ങളിൽ. അതിന് ഒന്നുകൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്തേക്കുക. മേഘങ്ങളിൽ 2 അടിയോ 10 അടിയോ ഒന്നും അല്ല, അങ്ങ് മേഘങ്ങളിൽ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നാം ചേർക്കപ്പെടും. അത് നൊടിയിടയിൽ നടക്കുന്ന കാര്യമാണ്. ഇന്ന് മിഡിൽ ഈസ്റ്റിലൊക്കെ നടക്കുന്ന സംഭവങ്ങൾ കണ്ടോ? ഇതൊന്നും നേരത്തെ അങ്ങ് എഴുതി വെച്ചിരുന്നിട്ട് 2 വർഷം മുമ്പേ പറഞ്ഞു വെച്ചിരുന്ന കാര്യങ്ങളല്ല. ഇന്ന് രാത്രിയിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അറിയത്തില്ല. ഇൻസ്റ്റൻ്റാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇൻസ്റ്റൻറ്റേനിയസാണ് ഓരോ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. നൊടിയിടയിൽ ഇത് സംഭവിക്കും. അതിനുശേഷം നമ്മൾ കൈവിടപ്പെട്ടു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് തിരിച്ചു വരാൻ ഒരു മാർഗമില്ല. കർത്താവിൻ്റെ വരവിൽ ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ എപ്പോഴും നാം കർത്താവിനോട് കൂടെയിരിക്കും. ആ ഒരു അനുഭവത്തിൽ നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും. എത്ര നാളായി ഈ എപ്പോഴും എന്ന് പറയുന്നത്? ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് മീറ്റ് ദ ലോർഡ് ഇൻ ദ എയർ ആൻഡ് സോ ഷാൽ ബി എവർ ബി. എപ്പോഴും. ഇത് 6 വർഷത്തെ പദ്ധതിയൊന്നുമല്ല, ഫോർ എവർ ലാസ്റ്റിംഗ് പ്രോഗ്രാം. അതിനു വേണ്ടിയിട്ടാണ് ഈ ശരീരം മാറ്റി വേറൊരു ശരീരമൊക്കെ നമുക്ക് തരുന്നത്. അത് സ്വർഗത്തിൽ വസിക്കാനുള്ള ശരീരമാണ്. ഹല്ലേലൂയ. സ്വർഗത്തിൽ കർത്താവിനോടൊപ്പം നാം നിത്യം സ്വർഗത്തിലായിരിക്കും. ആ ഒരു അനുഭവമാണ്. അതിനെയാണ് നമുക്ക് പുത്രത്വം തരിക എന്ന് പറയുന്നത്. നമ്മളെ അതിനു വേണ്ടിയിട്ടാണ് ദൈവം വീണ്ടെടുത്ത് പുത്രത്വം തരിക എന്ന് പറയുന്നത്. ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി കർത്താവ് തേജസ്സും ബഹുമാനവും അണിയിച്ചവനായി ലോകത്തിൽ വന്നത് നമുക്ക് വേണ്ടി മരിക്കുവാൻ വേണ്ടിയിട്ടാണ്. മരിച്ച് നമ്മളെ റിഡീം ചെയ്യുവാൻ വേണ്ടിയിട്ട്. എബ്രായ ലേഖനത്തിലൊക്കെ പറയുന്നത് ദൈവം ലോകത്തിലേക്ക് വന്നപ്പോൾ, കർത്താവിനെ ലോകത്തിലേക്ക് അയച്ചപ്പോൾ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി. അതായത് ദൂതന്മാരുടെ ലെവലിൽ നിന്നില്ല. എന്താ ദൂതന്മാരുടെ ലെവലിൽ നിൽക്കാൻ? കാര്യം ദൂതന്മാരുടെ ലെവലിൽ നിന്നാൽ കർത്താവിന് മരിക്കുവാൻ പറ്റത്തില്ല.
നമ്മുടെ പാപത്തിൻ്റെ പരിഹാരമായിട്ട് ഒരു രക്തബലി, അതായത് ഒരു മറുവിലയാഗം, അതിന് രക്തം മറുവിലയായിട്ട് കൊടുക്കണം. പരിശുദ്ധ രക്തം, ഏതെങ്കിലും രക്തം പോരാ, കാളയുടെ ആട്ടുകൊറ്റൻ്റെ ഒന്നും രക്തം പോരാ, ഒരു പരിശുദ്ധ രക്തം ആ പാപത്തിന് മറുവിലയായിട്ട് കൊടുക്കണം. അതിനാ പരിശുദ്ധനായ ദൈവം മനുഷ്യനായിട്ട് വന്നത്. അത് കർത്താവിന് വേണമെന്നുണ്ട് അമാനുഷിക ശക്തിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടല്ല വന്നേ, ഒരു സാധാ മനുഷ്യനായിട്ട് എല്ലാ കഷ്ടങ്ങളും എല്ലാ പ്രയാസങ്ങളും അറിയാവുന്ന ഒരു സാധാ മനുഷ്യനായിട്ടാണ് എൽദു ബ്രദറിൻ്റെ ഒരു ക്ലാസ് ഈയിടെയായിട്ട് നടക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അത് ഭയങ്കര ഒരു വിഷയമായി എടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകുമ്പോൾ തന്നെ കർത്താവിൻ്റെ ആ ലോകത്തിലെ അസൈൻമെൻറ്റ് അത് എത്ര നാളത്തേക്കായിരുന്നു എന്നുള്ളൊരു വിഷയമാണ്. ആ 33 തിരുവയസ്സ് കൊണ്ട് അത് തീർന്നു എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ അതല്ല, അതിൻ്റെ ഒരു വലിയ മർമ്മമാണ് എൽദു ബ്രദർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ശ്രദ്ധിച്ച് ആ ക്ലാസ് നിങ്ങൾ ശ്രദ്ധിക്കുവാനായിട്ട് ഞാൻ ഓർപ്പിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി കഴിയുമ്പോൾ തൻ്റെ ഏകജാതനായ പുത്രൻ എന്നൊക്കെ പറയുമ്പോഴത്തേന് നമുക്ക് കുറച്ചുകൂടി ഉൾക്കൊള്ളാൻ പറ്റും എന്താ ആ സംഗതി എന്നുള്ളത്. പ്രൈസ് ഗോഡ്. ഇവിടെ ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ സ്വർഗത്തിൽ ചേർക്കപ്പെടാനായിട്ട് പോവുക. കർത്താവ് ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ച വന്നവനായിട്ട് ഈ ലോകത്തിലേക്ക് അവതരിച്ചത് നമുക്ക് പകരം മരിക്കുവാൻ വേണ്ടിയിട്ട്. ദൂതൻ്റെ ലെവലിൽ നിന്ന് മരിക്കാൻ പറ്റത്തില്ല, മരണമില്ല, ദൂതന്മാർക്ക് മരണമില്ല. അതുകൊണ്ട് തന്നെ അവനെ മരണമില്ലാത്തതുകൊണ്ട് തന്നെയാണ് അവനെ റിഡീം ചെയ്യാനോ അവനെ വീണ്ടെടുക്കാനോ ഒന്നും പറ്റത്തില്ല. നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, കർത്താവെ അവൻ ദൈവതുല്യനാകാൻ കൊതിച്ചതേ ഉള്ളല്ലോ. ഇന്ന് ലോകത്തിൽ എത്ര പേര് ദൈവങ്ങളായിട്ട് ഇരുന്ന് അരളും, എത്രയോ ദൈവങ്ങൾ ഇരിക്കുന്നു. അന്ന് അവൻ്റെ മനസ്സ് കൊതിച്ചപ്പോഴേ കർത്താവ് അവനെ വെട്ടിക്കളഞ്ഞു. എന്നാൽ ഇന്ന് അതിനെക്കാട്ട് ഭയങ്കര കുറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടല്ലോ എന്ന് ചോദിക്കാം. ഈ സാത്താനെ ദൈവത്തിന് വീണ്ടെടുക്കുവാനായിട്ട് പറ്റത്തില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന് മരണമില്ല. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് അവനെ റിഡീം ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു അതിലും ദൂതന്മാരെക്കാൾ താഴ്ച വന്ന അടുത്ത ഒരു ലെവലിലേക്ക് ഇറങ്ങി വരികയാണ്, മരിക്കുവാനായിട്ട്, നമുക്ക് പകരമായിട്ട് മരിക്കുവാനായിട്ട്. കർത്താവ് കാൽവറിയിലൂടെ ആ മരണത്തിലൂടെ നമ്മളെ വീണ്ടെടുത്തിരിക്കുക. ഹല്ലേലൂയ. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പുത്രത്വം നമുക്ക് തന്ന് നിത്യം നാം കർത്താവിനോടൊപ്പം വാഴേണ്ടതിന്. ഇവിടെ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം അതിൻ്റെ 15-ാമത്തെ അധ്യായം 47 മുതലുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. നമ്മൾ തിരുവത്താഴത്തോടുള്ള ബന്ധത്തിൽ ആ ഭാഗം ഒന്ന് ടച്ച് ചെയ്ത് വിട്ടിരുന്നെങ്കിലും ഒരിക്കൽ കൂടെ ഒന്ന് വായിച്ച് കേൾപ്പിച്ചിട്ട് ഞാൻ ആ പോയിന്റ് പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 15-ാം അധ്യായം 47 മുതൽ 54 വരെയുള്ള ഭാഗങ്ങൾ. 1-ാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, 2-ാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. അടുത്ത വാക്യം, മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരും നാം സ്വർഗീയന്മാരാകുവാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും നാം സ്വർഗീയന്മാരായി ആ സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകും. അടുത്ത വാക്യം, നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ, അതായത് ഈ ശരീരം നമുക്ക് ലഭിച്ചതുപോലെ തന്നെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. ആ സ്വർഗീയ പ്രതിമ നാം ധരിക്കാൻ പോകും. കർത്താവിന് മരണത്തിൽ ഉയർത്തെഴുന്നേൽപ്പിൽ ലഭിച്ച ആ ശരീരമുണ്ടല്ലോ, അടച്ചിരിക്കുന്ന വാതിലുകളിൽ അതിൻ്റെ നടുക്ക് വന്ന് നിൽക്കുന്ന, അല്ലെന്നുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും പ്രത്യക്ഷപ്പെടാവുന്ന രീതിയിൽ ആ സ്വർഗീയ ശരീരം നമുക്ക് ലഭിക്കാൻ പോവുക. ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. സഹോദരന്മാരെ, മാംസരക്തങ്ങൾ ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയത്തില്ല. ഈ ജഡരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയത്തില്ല. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഈ ദ്രവിച്ചു പോകുന്ന ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ, അമർത്യമായതിനെ, ഇമ്മോർട്ടലിനെ, ഹല്ലേലൂയ, അതിനെ അവകാശമാക്കുവാനായിട്ട് കഴിയുകയില്ല എന്ന് ഞാൻ പറയുന്നു. അടുത്ത വാക്യം, ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. ഇവിടെയാണ് കർത്താവ് പറയുന്നത്, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. അടുത്ത വാക്യം കാണിച്ചവനെ, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളത്തെങ്കിൽ പെട്ടെന്ന് കണ്ണുമിക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ഒരു റാപ്ചറിനെ കുറിച്ച് ഇതിനായിട്ടാണ് ഇവിടെ പുത്രത്വം എന്ന ഒരു വാക്കിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മെ മുൻ നിയമിച്ചിരിക്കുന്നു. ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ദൈവം നമ്മെ മുൻ നിയമിച്ചിരിക്കുന്നു എന്നാണ് ആ വാക്യത്തിൽ കൂടെ നമ്മളെ ഓർപ്പിക്കുന്നത്. ഇതിന് എപ്പോഴാണ് നടക്കുന്നതെന്നൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. ഈ സ്വർഗീയന്റെ പ്രതിമ നാം ധരിക്കുന്നത് കർത്താവിൻ്റെ വരവിൽ. കാഹളം ധ്വനിക്കുമ്പോൾ നൊടിയിടയിൽ ഈ കാര്യങ്ങളെല്ലാം നടക്കും. നടന്നതിന് ശേഷം നമ്മൾ ഒത്തിരി പേര് ഇവിടുന്ന് മിസ്സിങ് ആവും. ഈ കർത്താവ് യേശു ക്രിസ്തു കാൽവറിയിൽ നമുക്ക് വേണ്ടി ഒരുക്കിയ രക്ഷണീയ പ്രവൃത്തിയിലെ ആഴമായ വിശ്വാസവും സമർപ്പണവും അതിലൂടെ തന്നെ വീണ്ടെടുത്തിരിക്കുന്ന അടിപതറാത്ത വിശ്വാസമുള്ള എല്ലാവരും ഇവിടെ നിന്ന് ചേർക്കപ്പെടും. ഹല്ലേലൂയ. അതിലൂടെയാണ് നാം രക്ഷിക്കപ്പെടുന്നത്, അതിലൂടെ നാം ചേർക്കപ്പെടും. അങ്ങനെ സ്വർഗത്തിലേക്ക് നാം നൊടി നേരത്തിനുള്ളിൽ ചേർക്കപ്പെടുകയും
നമുക്ക് ആ ഒരു ശരീരം ലഭിക്കുകയും ചെയ്യും. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരിച്ചിരിക്കുന്നത് ഫിലിപ്പിയ ലേഖനത്തിലാണ്, 3-ാം അധ്യായം അതിൻ്റെ 20-ഉം 21-ഉം വാക്യത്തിലാണ്. അതോട് വായിച്ച് ഞാൻ നിങ്ങളെ ആ വിഷയത്തിലൊന്ന് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 20-21 വാക്യങ്ങൾ. അവിടെ പറയുകയാണ്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്നും കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. ഈ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു എന്ന് പറയാൻ കാര്യം എന്താണെന്നറിയാമോ? ഇത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനമാണ്. ഫിലിപ്പിയ എന്ന് പറയുന്നത് റോമൻ ഭരണത്തിലുള്ളതിൽ ആ ഗ്രീക്കിലെ ഒരു പ്രധാന സിറ്റിയാണ് ഫിലിപ്പിയ. അവിടെ മുഴുവൻ റോമക്കാർ കുടിയേറി പാർക്കുന്നിടമാണ്, റോമൻ പ്രൊവിൻസാണത്. അതുകൊണ്ട് തന്നെ റോമൻ പൗരത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ക്രെഡിറ്റാണ്. ഇപ്പോൾ റോമ പൗരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ക്രെഡിറ്റാണ്. എന്നാൽ അതിലും ഭയങ്കര പൗരത്വമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നതെന്ന് ഫിലിപ്പിയയിൽ ലേഖനം എഴുതിയപ്പോൾ പൗലോസ് അവരോട് പറയുക, റോമൻ പൗരത്വത്തെക്കുറിച്ച് നിങ്ങൾ ഈ ഇത് കാണിക്കുന്നതിനേക്കാൾ അതിൻ്റെ അപ്പുറത്തെ പൗരത്വമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്നും കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും. നമ്മുടെ പൗരത്വം സ്വർഗത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ വാസം ടെമ്പററിയാണ്. ഇറ്റ്സ് ജസ്റ്റ് അബൌട്ട് 70 years or 80 years. 7-10 ഏറെയായാൽ 80. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നിത്യം സ്വർഗത്തിൽ വസിക്കാൻ പോവുകയാണ്. അത് പറയുന്നത് അവിടെ നിന്നും കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അടുത്ത വാക്യം, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന, തൻ്റെ മേൽ വ്യാപരിക്കുന്ന ആ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. കർത്താവായ യേശു ക്രിസ്തുവിന് ആ ഉയർപ്പിൽ ലഭിച്ച ആ ശരീരത്തോട് നമ്മെ അനുരൂപരാക്കും. അങ്ങനെ നാം ദൈവത്തോട് അനുരൂപരാകും. ദൈവത്തെ താൻ ഇരിക്കുന്നത് പോലെ നാം കാണുവാൻ, തന്നോടൊപ്പം കർത്താവിനോട് അനുരൂപരായി ആ ഒരു സെയിം കർത്താവിന് ഉയർപ്പിൽ ലഭിച്ച ആ ശരീരം പോലെ ഒരു ശരീരം നമുക്ക് ലഭിക്കുവാനായിട്ടിടയായിത്തീരും. അങ്ങനെ നാം നിത്യം ദൈവത്തോടൊപ്പം സ്വർഗത്തിലായിരിക്കും. കൂടാരമായ ഈ ഭൗമഭവനം അഴിഞ്ഞു പോവും. സ്വർഗീയമായ ഒരു നിത്യഭവനം കർത്താവ് നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരുക്കുന്നു. ഇത് നമുക്കെല്ലാവർക്കും ലഭിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇത് ആ റാപ്ചറിൽ സഭ ഇവിടുന്ന് ചേർക്കപ്പെടുമ്പോൾ നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു മനുഷ്യർ പോലും നഷ്ടപ്പെട്ടു പോകലെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഒരുത്തരെയും കർത്താവ് തലയിൽ വരയ്ക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഇന്നാർക്കിന്നാർക്കായിട്ട് ഇത് നിയമിച്ചിരിക്കുന്നു എന്ന് പറയുകയോ ചെയ്തിട്ടില്ല. സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുവാനും ദൈവം ആഗ്രഹിക്കുന്നു. ഇവിടെ കൂടി വന്നിരിക്കുന്ന ഒരുത്തർ പോലും നഷ്ടപ്പെട്ടു പോകത്തില്ല എന്ന് ഞാൻ വാസ്തവമായിട്ട് വിശ്വസിക്കുന്നു. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്വമാണ് ഈ രക്ഷയുടെ സന്തോഷം ലോകത്തെ അറിയിക്കുക എന്നുള്ളത്. നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ പറഞ്ഞ് ഒത്തിരി കേട്ടിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു സീരിയസ്നെസ് നമുക്കറിയത്തില്ല. ഈ രക്ഷയുടെ സന്തോഷം ലോകത്തെ അറിയിക്കുക എന്നൊക്കെ സ്ഥിരം മൈക്കിക്കൂടെയും എല്ലായിടത്തും ഇതൊക്കെ കേൾക്കുന്നതാണ്. അതുകൊണ്ട് നമ്മളിത് കേട്ട് അങ്ങ് തഴമ്പിച്ചു പോയി. പക്ഷെ എന്നുണ്ടെങ്കിൽ ഈ റാപ്ചർ നടന്നു കഴിയുമ്പോഴേ നമ്മൾ അറിയത്തുള്ളൂ എത്ര വലിയൊരു ഉത്തരവാദിത്വമായിരുന്നു ദൈവം നമ്മളെ ഏൽപ്പിച്ചിരുന്നതെന്നുള്ളത്. എത്ര വലിയൊരു അനുഗ്രഹീതമായ ഒരു ബ്ലെസ്സിങ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു അനുഗ്രഹമായിരുന്നു ദൈവം നമുക്ക് വേണ്ടി ഓഫർ ചെയ്തിരുന്നത്. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഹല്ലേലൂയ. ഇത് നമുക്ക് ലഭിക്കാൻ പോകുന്നത്, ഈ പുത്രത്വം നമുക്ക് ലഭിക്കാൻ പോകുന്നത്, കർത്താവിനോട് നാം ഒത്ത് ആയിരിക്കുവാൻ പോകുന്നത് ആ സഭ ഇവിടുന്ന് ചേർക്കപ്പെടുന്ന ആ ഉൽപ്രാപണത്തിലാണ്. അത് ഏത് നിമിഷമെന്ന് നമ്മൾ അറിയുന്നില്ല. എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അതിനായിട്ട് നമുക്ക് ഒരുങ്ങാം. കോട്ടയത്തെ സഭ അതിന് ഈ ദേശത്ത് ഒരു കാരണമായി തീരട്ടെ. മലമേൽ ശോഭിക്കുന്ന പട്ടണം പോലെ അനേകരെ വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ, ഈ സത്യസുവിശേഷത്തിലേക്ക് നയിക്കുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അതിനായിട്ട് ഉപയോഗിക്കട്ടെ. നല്ലവരും വിശ്വസ്തനുമായ ദാസനെ എന്ന പേരിന് നിങ്ങൾ ഓഹരിക്കാരായിരിക്കാൻ ദൈവം ഇടയാക്കട്ടെ. വിശ്വാസത്തിൽ അനേകരെ രക്ഷിക്കുവാൻ, അതുപോലെ തന്നെ ഈ സത്യവചനത്തെ യഥാർത്ഥമായിട്ട് പ്രസംഗിക്കുവാനും ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമ്മളൊരു അനുഗ്രഹമായി ഈ ദേശത്ത് നിലകൊള്ളുവാൻ പ്രത്യേക കൃപകൾ ദൈവം പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് കോട്ടയത്തെ സഭയ്ക്കും കർത്താവിൻ്റെ ദാസൻ ശുശ്രൂഷകനും തൻ്റെ കുടുംബത്തിനും ഇവിടെ ചേർന്ന് പ്രവർത്തിക്കുന്ന സഹശുശ്രൂഷകന്മാർക്കും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് ഞങ്ങളങ്ങേ നന്ദിയോട് സ്തുതിക്കുന്നു. കടന്നു വന്ന നേരം മുതൽ അവിടുത്തെ സാന്നിധ്യത്തിൽ ഞങ്ങളോട് കൂടെ ആയിരുന്നു. കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. അബ്രഹാമിനോട് കൂടെ ഉണ്ടായിരുന്ന ആ ദൈവിക സാന്നിധ്യം, മോശയോട് കൂടെ നടന്ന ദൈവിക സാന്നിധ്യം,
ഇസ്രായേൽ മക്കളോടുകൂടെ പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിസ്തംഭമായി അവരോട് കൂടെ ആയിരുന്ന ദൈവിക സാന്നിധ്യം, ആലയത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്ത് കർത്താവെ സ്തോത്രം നിറഞ്ഞു നിന്നിരുന്ന ആ ദൈവിക തേജസ് ഇന്ന് ഞങ്ങളുടെ മധ്യത്തിൽ കർത്താവെ നിറഞ്ഞു നിൽക്കുന്നത് കാണുവാൻ, അവിടുത്തെ ഷെഖേനയുടെ കീഴിലിരുന്ന് അല്പസമയം അങ്ങേ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ, കർത്താവെ ശുശ്രൂഷകളൊക്കെ പങ്കെടുക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിച്ചതോർത്ത് ഞങ്ങൾ ഇതിന് നന്ദിയോടെ സ്തുതിക്കുന്നു. ചേർന്ന് വന്ന് കർത്താവെ അവിടെ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ രക്ഷാ പദ്ധതികളെ ഓർക്കുവാൻ, ധ്യാനിക്കുവാൻ, നന്ദി കരയേറ്റുവാൻ, ഒന്നിച്ച് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഞങ്ങൾക്ക് തന്ന എല്ലാ ഭാഗ്യത്തിനായിട്ട് ഞങ്ങളൊക്കെ നന്ദിയോടെ സ്തുതിക്കുന്നു. കടന്നു വന്ന എല്ലാവർക്കുമായിട്ട് കർത്താവെ ഞങ്ങൾ ഒരിക്കൽ കൂടെ സ്തുതിക്കുകയും കർത്താവെ സ്തോത്രവരുടെ കുടുംബമായിട്ട് ആളാം പ്രതിയായി അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. കർത്താവെ അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ നിയന്ത്രിച്ചാട്ട് അവിടുത്തെ ശക്തി ഞങ്ങളുടെ മേൽ പകർന്ന് ഞങ്ങൾ കൂടി കാണുന്നവരെയും അവിടുത്തെ വലിയ സാന്നിധ്യത്തിൽ ഞങ്ങളെ മറക്കേണ്ടതിനായിട്ട് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ കർത്താവിൻ്റെ ദാസനായിട്ട് തൻ്റെ കുടുംബത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. മറ്റ് സഹശുശ്രൂഷന്മാർക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബമായിട്ട് അവരെ അനുഗ്രഹിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കോട്ടയം പട്ടണത്തിൽ അങ്ങയുടെ മഹിമ കണ്ട സാക്ഷികളായി അനേകരോട് ക്രൂശൻ്റെ വചനത്തെ പ്രസ്താവിക്കുവാൻ, അനേകരോട് ഈ സത്യസുവിശേഷം അറിയിക്കുവാൻ ആത്മീക ധൈര്യമുള്ളവരായി കർത്താവെ വരും ദിനങ്ങളിൽ അങ്ങേക്ക് കൊള്ളാവുന്നവരായി നിൽക്കുവാൻ അടികളെ സഹായിക്കേണ്ടതിനായിട്ട് ഞങ്ങളതിനെ ഏൽപ്പിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ തിരുനാമം ഞങ്ങളുടെ മധ്യത്തിൽ ഉയരുവാൻ കർത്താവ് ഇടയാക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ഏൽപ്പിച്ച് അനുഗ്രഹിക്കുന്നു. വിശേഷാൽ ഈ ഭവനത്തിനായിട്ട്, ഈ സഭാ ഹോളിനായിട്ട്, ഇതിൻ്റെ കർത്താവെ സ്തോത്രം ഓണേഴ്സിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയമാമികായിട്ട്, പ്രിയാചാര്യനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവരെ അനുഗ്രഹിക്കണം. ഹല്ലേലൂയ കർത്താവെ എല്ലാ നന്മകളാലും കർത്താവ് അവരെ നിറയ്ക്കണം. ആത്മീയമായി അനേകർക്ക് അവരൊരു ആശ്വാസമായി തീരുവാൻ കർത്താവ് ആ കുടുംബത്തെ സഹായിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ അവരെ ഒന്നിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ വരും ദിവസങ്ങളിൽ ഞങ്ങൾ നടക്കേണ്ടുന്ന വഴികളിൽ കർത്താവ് ഞങ്ങളെ ഉപദേശിച്ച് നയിക്കേണ്ടതിനായിട്ട് ഞങ്ങളതിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ല ദിവസത്തിനായിട്ട് ഞങ്ങൾ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. മടങ്ങിപ്പോകുന്നു. മടക്ക യാത്രയിൽ തിരുസാന്നിധ്യം കൂടിയിരിക്കും. കൂടി വന്നങ്ങേ ഹല്ലേലൂയ ഒന്നിച്ച് ആരാധിക്കും വരെയും അവിടുത്തെ ചിറകടിയിൽ ഞങ്ങളെ മറച്ചാട്ട്. പ്രാർത്ഥന കേട്ടതിനാലും നന്ദി. ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ അടികളോടും അടികളോർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും, വിശേഷാൽ ദ ഗേറ്റ് മിനിസ്ട്രീസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെ മേലും, ലോകമെമ്പാടുള്ള സകല വിശുദ്ധന്മാരുടെ മേലും, വിശേഷാൽ കോട്ടയത്തെ ഈ പ്രവർത്തനങ്ങളുടെ മേലും ഇപ്പോഴും എപ്പോഴും കർത്താവിൻ്റെ വരവൂരെയും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിൻ്റെ കൃപ എല്ലാവരോടും കൂടി ഇരിക്കുമാറാകട്ടെ. സമാധാനത്തോട് ദൈവം നമ്മളെ അയക്കുമാറാകട്ടെ. ഗ്രേസ് ബി വിത്ത് യു.